ബൈബിൾ സ്റ്റഡി എന്ന നിലയിൽ, ഒരു പ്രസംഗം എന്ന നിലയിൽ കാണരുത്. എങ്കിലും വചനധ്യാനത്തിൽ അതിൻ്റെ എല്ലാ സ്വഭാവവും വചനം ചെയ്തുകൊണ്ടിരിക്കും. ദൈവവചനം കേൾക്കുന്ന ഘട്ടത്തിൽ അതിനെ നമ്മളെ രൂപാന്തരപ്പെടുത്താനും നമ്മെ സൃഷ്ടിപരമായി രൂപപ്പെടുത്താനുമൊക്കെ സാധിക്കും. നമ്മൾ ഇൻറ്റേർണൽ ചലഞ്ചസാണ് ഇന്നലെ അതിൻ്റെ കുറേ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. കണ്ടംപററി ചലഞ്ചസ്, സമകാലികമായ വെല്ലുവിളികൾ ക്രിസ്തീയ സഭ നേരിടുന്നതാണ് ചർച്ച ചെയ്തത്. അതിലൊന്ന്, ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ എങ്ങനെ കാണണം, അതിൽ പറയുന്ന സംഭവങ്ങളെ എങ്ങനെ കാണണം, ഹൗ ടു ഇൻ്റർപ്രറ്റ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഓർ ഹൗ ടു അപ്രോച്ച് ഓൾഡ് ടെസ്റ്റമെൻറ്റ്. മറ്റൊന്ന് പറഞ്ഞത്, ഈ ആളുകൾ ന്യായപ്രമാണം എന്നൊരു പദത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഹോൾ ബൈബിളായിട്ട്, ഹോൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ന്യായപ്രമാണം അല്ല. പഞ്ചഗ്രന്ഥങ്ങളും വാസ്തവത്തിൽ ന്യായപ്രമാണം അല്ല. ദ ലോ എന്ന് പറയുന്നത് 613 നിയമങ്ങളാണ്. 613 റൂൾസ്, അതാണ് ന്യായപ്രമാണം. അതോട് ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻസ്, അത് ലംഘിച്ചപ്പോൾ കിട്ടിയ ശിക്ഷ, അത് വ്യാഖ്യാനിച്ച രീതികൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് പഞ്ചഗ്രന്ഥം ഉണ്ടാവുന്നത്. നിയമം എന്ന് പറയുന്ന 613 കാര്യങ്ങളാണ്, ഇൻക്ലൂഡിങ് 10 കമാൻഡ്മെൻറ്റ്സ്. ആ 10 കമാൻഡ്മെൻറ്റ്സ് ഗുണപരമാണ്. അപ്പോൾ അവിടെ നിന്ന് ശിക്ഷിക്കാനല്ല നിയമം എഴുതിയേ, നിങ്ങൾ വയലേറ്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന നാച്ചുറലായിട്ടുള്ള ഇമ്പാക്റ്റ് ഓർ റിസൾട്ടാണ് കൊലയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൊലയുടെ കല്ലേറിൻ്റെ ഉത്തരവാദി ദൈവമല്ല, നമ്മളാണ്. ന്യായപ്രമാണം അതിൽ തന്നെ കുഴപ്പം പിടിച്ചൊരു സാധനമല്ല. നമ്മൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനതിൻ്റെ പ്രശ്നമുണ്ട്. അത് ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ആ പദമായിട്ട് ചേർത്ത് പഠിക്കേണ്ടതാണ്. അപ്പം നമ്മൾ കണ്ടിടത്തോളം ഈ രാജ്യം ഒത്തിരി സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രീസ് എല്ലാം അങ്ങനെയാണ്, സ്വാതന്ത്ര്യം ഏറെയുണ്ട് ഡെമോക്രസി ഉള്ളിടത്ത്. നമുക്ക് ഇന്ത്യയിലേക്ക് തന്നെ വരാം. നിങ്ങളൊരു ലാഡറും കയ്യിലെന്തിക്കൊണ്ട് പണിയെടുക്കാൻ വരുന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ കാണാം. ഈ ഇലക്ട്രിസിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റൊക്കെ ഇടുന്ന ആളുകൾ, അത് പിടിച്ചുകൊണ്ട് അവർക്ക് പോകാം. നമുക്കും പോകാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്, ഇതുവഴിയൊന്നും പറ്റില്ല, അതിലേ പോകാം. നമുക്ക് നമ്മുടെ കയ്യിൽ രേണിയോ എന്തെങ്കിലും അതുകൊണ്ട് പോകാം. എൻ്റെ സ്വാതന്ത്ര്യമാണ് ഈ റോഡിൽ കൂടെ പോകാൻ. പക്ഷേ അതേ സാധനം നിങ്ങൾ ഇങ്ങനെ പിടിക്കേണ്ടത്, ഇങ്ങനെ പിടിച്ചാൽ കളി മാറും. മെയിൻ റോഡിൽ കൂടെ പോകുമ്പോഴേ മനസ്സിലായില്ലേ? ഇങ്ങനെ പിടിക്കേണ്ട ഒരു വസ്തു ആർക്ക് ശല്യമില്ലാതെ നിങ്ങൾക്ക് പോകാം. പക്ഷേ ഇങ്ങനെ പിടിക്കേണ്ട വസ്തു ഇങ്ങനെ തോളിൽ വെച്ച് കഴിഞ്ഞാൽ കളി മാറും. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഒരു റിസൾട്ട് അവിടെ രൂപപ്പെടും. അതാണ് ഏറ്, കല്ലേറ്, തടവിലിട്ടത്, ആഘാനം എറിഞ്ഞത്, ഇതൊക്കെ അങ്ങനെയാണ്. അത് പാലിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അത് രാജാവ് പാലിച്ചില്ലെങ്കിൽ പോലും ശിക്ഷ ഉറപ്പാണ്, ശിക്ഷ കൂടുതലാണ്. അപ്പോൾ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഉരുത്തിരിയുന്ന ആ പ്രശ്നങ്ങളെ ഇന്നലെ ഞങ്ങൾ അത്യാവശ്യം സംസാരിച്ചു. അടുത്തത്, ഈ ലോ നമുക്ക് തരികയും അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു സിസ്റ്റം, അത് ദൈവത്തോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ യഹോവയോടുള്ള ഒരു വൈരുദ്ധ്യം, ഒരു യഹോവയായ ദൈവം എന്തോ ക്രൂരനാണ് എന്ന മോഡലിലെ ഒരു നരേഷൻ നമ്മൾ അടുത്ത കാലത്തായിട്ട് കേട്ടുകൊണ്ടിരുന്നു. അതും നമ്മൾ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ച് നിർത്തി. ഈ 2 കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്ന് ഞാൻ പറഞ്ഞു. ഈ ന്യായപ്രമാണത്തെയോ അതിൽ പറയുന്ന കാര്യങ്ങളെയോ ഒക്കെ നമുക്കിന്ന് ബാധകമാണോ എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ ബാധകമാണ്. അത് തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അപ്പോൾ തന്നെ നമുക്കത് പ്രശ്നമില്ലാത്തതിനും കാരണമുണ്ട്. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനും അന്ന് പറയുന്ന ശിക്ഷകളൊക്കെ തന്നെ മനുഷ്യരാശിക്ക് ബാധകമാകുന്ന ഇടത്ത് നിന്ന് ഒരുവൻ നമുക്ക് വേണ്ടി അഡ്വാൻസ്ഡ് ആയിട്ട് പെനാൽറ്റി പേ ചെയ്തപ്പോൾ ഞാൻ സ്വതന്ത്രനായി. അപ്പം നിയമത്തിന് പിന്നെ എൻ്റെ മീതെ അധികാരമില്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞു, അത് തീർത്തു. ആ ഫ്രീഡത്തിൽ നമ്മൾ നടക്കുന്നത്. അപ്പോൾ അതുമാണ് ഞാൻ പറഞ്ഞത്, എ ന്യൂ ടെസ്റ്റമെൻറ്റ് ബിലീവർ ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ പ്രശ്നം തീർന്നു. അതിന് നമുക്ക് കർത്താവ് ഈ സങ്കീർണമായ പ്രശ്നങ്ങളുമായിട്ട്
കർത്താവിൻ്റെ അരികിൽ ഫാരസീസ് ആൻഡ് ഇവരെല്ലാം കൂടെ വരും. അപ്പോൾ ഇവർ വരുമ്പോൾ യേശുവിൻ്റെ മറുപടി വളരെ രസകരമാണ്. അതിന് ഓരോരുത്തരും ഓരോ ടൈപ്പ് മറുപടി പറഞ്ഞാൽ ബൈബിൾ ഇത്രയൊന്നും തിരിയില്ല. അപ്പോൾ ചിലപ്പോൾ യേശു അവരോടൊരു മറുചോദ്യം ചോദിക്കുക, അതിനകത്തൊരു ഉത്തരം കിടപ്പുണ്ട്. അപ്പോഴേ തീർന്നു. ചിലപ്പോൾ യേശു അവർക്ക് വേറൊരു ഉത്തരം കൊടുക്കും. മക്കളെ, അതൊക്കെ കിടക്കട്ടെ, ഞാനോ നിങ്ങളോട് പറയുന്നു. അവിടെ പോലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി, പ്രശ്നം തീർന്നു. കർത്താവ് പറയുന്നതാണ് നമുക്ക് പ്രമാണം. അതിൻ്റെ കാരണമുണ്ട്. അത് ചിലർ പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ ഒരു എത്തിസ്റ്റുകളുമായുള്ളൊരു ഡിബേറ്റ് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ കുറേ ഭാഗം വെട്ടിയെടുത്തവർ കാണിക്കുന്നുണ്ട്. മൊത്തം ക്ലിപ്പ് അവർ ഇട്ടിട്ടില്ല, ഞാൻ പറയുന്ന മറുപടി ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 2000 ആണ്ട് പഴക്കമുള്ള ന്യൂ ടെസ്റ്റമെൻറ്റ് പുതു നിയമത്തിൽ എവിടെയെങ്കിലും യേശുവോ അപ്പോസ്തലന്മാരോ കൊല്ലാനോ മോഷ്ടിക്കാനോ ഒരു രാഷ്ട്രം വെട്ടിപ്പിടിക്കാനോ ഒക്കെ പറയുന്ന സാമാന്യ നീതിക്ക് നിരക്കാത്ത, ആധുനികമായ ഒരു ധാർമ്മിക ബോധത്തിന് ചേരാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പം ഇത് വിടുക എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറഞ്ഞു. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ കിടപ്പുണ്ട്. ആ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ വന്നത് പോലും എന്തുകൊണ്ടാ, നിങ്ങൾ റൂള് വയലേറ്റ് ചെയ്തു, അതുകൊണ്ടാണ്. അത് പിന്നെ ആയിക്കോട്ടെ, അതിന് നമുക്ക് അങ്ങനെ തന്നെ കണ്ടേക്കാം. അങ്ങനെയെങ്കിലും ഒരെണ്ണം ന്യൂ ടെസ്റ്റമെൻറ്റിലുണ്ടോ? അപ്പോൾ അദ്ദേഹം എടുത്തു തന്ന വചനം, ആകാശവും ഭൂമി മാറിപ്പോയാലും എൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് പള്ളിക്കോ പുള്ളിക്കോ ഒരു മാറ്റവും വരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളെല്ലാവരും കൈയടിച്ച് അവരിങ്ങനെ ബഹളം വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ പരാജിതനെ പോലെ ആയി. ഞാനെന്നെ മറുപടി പറയാൻ വന്നപ്പോൾ പറഞ്ഞു, ന്യായപ്രമാണം എന്താ, അത് 613 നിയമം, അതിന് മാറ്റമില്ല. അത് മാറ്റമില്ലാത്തത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ബോധ്യപ്പെടുത്തി തരാം. ഇതേപ്പറ്റി രസകരമായൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഒരു വയലിൽ 5 കുളങ്ങൾ, ഇതൊരു ചിന്തകൻ്റെ വാക്ക്, എൻ്റെ അല്ല കേട്ടോ, നല്ല ഉദാഹരണം. അതും ബൈബിളിനെ പഠിക്കാൻ ശ്രമിച്ച ഒരു ഹിന്ദു മങ്കിൻ്റെ പഠനമാണ്. ഇത് ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയ മുനി നാരായണ പ്രസാദ് എന്ന് പറയും. അദ്ദേഹം ഭയങ്കര ബൈബിൾ പഠിക്കാൻ താല്പര്യം എടുക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, സുവിശേഷങ്ങൾ വേദാന്ത ദൃഷ്ടിയിൽ. മാതൃഭൂമി പ്രസിദ്ധം ചെയ്യുന്ന കേരളത്തിൽ. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം, ഒരു കുളം, ഒരു വയൽ, ആ വയലിൽ 5 കുളങ്ങൾ, ആ 5 കുളങ്ങളിലും വെള്ളമുണ്ട്. ജനം ഇതിങ്ങനെ ഉപയോഗിച്ചും പോന്നു വർഷങ്ങൾ. അപ്പോൾ വയൽ 5 കുളമുള്ള ഒന്നായിട്ട് അറിയപ്പെട്ടു. വയലിനെക്കുറിച്ച് പറയുമ്പോൾ 5 കുളമുള്ള വയൽ. അവിടെ എല്ലാം ഉള്ള ജലസ്രോതസ് അതാണ്. ദ ഓൺലി വൺ വാട്ടർ റിസോഴ്സ്. ജനങ്ങൾ അതിൽ വന്നു, വെള്ളമെടുത്തു, ഉപയോഗിച്ചു. കാലം കുറെ കഴിഞ്ഞപ്പോൾ ഒരു മഹാപ്രളയം വന്ന് ഈ വയലെല്ലാം നിറഞ്ഞു. പിന്നെ വരുന്ന തലമുറ കണ്ടതല്ല ഈ വെള്ളക്കെട്ടാണ്. പിന്നെ അവിടെ വയലുള്ളതൊന്നും ആർക്കും അറിയില്ല. പിന്നെ ഈ വെള്ളമാണ് മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങി. പുതിയ തലമുറയ്ക്ക് ആ വെള്ളത്തെക്കുറിച്ച് അറിയൂ. അദ്ദേഹം പറയുന്നത് ഈ 5 കുളങ്ങളാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. അതിന് മീതെ വ്യാപരിച്ച മഹാപ്രളയമാണ് പുതിയ നിയമം. ആഴത്തിൽ ചെന്നാൽ ഇപ്പോഴും 5 കുളമോടെ കിടപ്പുണ്ട്. പക്ഷെ അതിപ്പോൾ വേണ്ടാത്തത് എന്താ, അതിൻ്റെ മീതെ വെള്ളം കവർ ചെയ്തപ്പോൾ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് കണ്ടോ. ഒരു ഹിന്ദുവായ മനുഷ്യന് ബൈബിൾ വായിച്ചിട്ട് മുനി നാരായണ പ്രസാദിന് അത്രയും മനസ്സിലായി. 2 മാസം കണ്ടുള്ള അദ്ദേഹം മരിച്ചിട്ട്. ഒത്തിരി പഠനം ബൈബിളിനെ പറ്റി നടത്തിയിട്ടുണ്ട്. അവരുടെ ആ കൺവിക്ഷനൊക്കെ ഓർത്തപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അദ്ദേഹം വിശ്വാസിയാണോ എന്നൊക്കെ അതുപോലും ധരിച്ചു പോയിട്ടുണ്ട്. അത്ര ആഴത്തിൽ. അല്ലെങ്കിലും ലോകത്തിലെ ഏറെ അറിയപ്പെടുന്ന പഠിതാക്കളും സ്കോളേഴ്സും വിശേഷിച്ച് ഫിലോസഫേഴ്സൊക്കെ തന്നെ ബൈബിൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചവരാണ്. അവർക്കതിനോടൊരു ഭക്തിയുണ്ട്. അപ്പോൾ അവർക്കാർക്കും ഈ പഴയ നിയമത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് വിമർശിക്കുന്നവർ കാണുന്നൊരു കാഴ്ചപ്പാടല്ല ഉള്ളത്. ആ ജലസമൃദ്ധിയാണ് പുതിയ നിയമം. അപ്പോൾ പുതിയ നിയമത്തെ സമീപിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു, യേശുവിലൂടെ സമീപിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ക്രിസ്തു നമ്മുടെ കാന്തനാണ്. ആ കാന്തൻ്റെ അരികിൽ എടുക്കുന്ന സ്വാതന്ത്ര്യം എടുത്തു വേണം നമ്മൾ തിരികെ കാണാൻ. ആ ന്യൂ ടെസ്റ്റമെൻറ്റിലൂടെ വേണം പഴയ നിയമ സംഭവങ്ങളെ കാണാൻ. അതുകൊണ്ട് പഴയ നിയമത്തെ തള്ളലല്ല നമ്മൾ ചെയ്യുന്നത്, പഴയ നിയമത്തെ സ്വാംശീകരിച്ചെടുത്ത് ഉൾക്കൊണ്ടവനായ ക്രിസ്തു.
പഴയ നിയമം ചോദിച്ചതെന്തോ, ന്യായപ്രമാണം ചോദിച്ച വില എന്തോ അത് കൊടുത്തിട്ട് എന്നെ വീണ്ടെടുത്ത യേശു. ആ ക്രിസ്തുവിലൂടെയാണ് നമ്മൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് കാണേണ്ടത്. അതിനാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്ന് പഠനം ആരംഭിച്ചത്. പിന്നെ ഞാൻ യാഹ്വേ ആ പദം നിഷ്പാദിച്ച വഴിയും പറഞ്ഞു. ഇന്ന് മാത്രമായിട്ട് വന്നവർക്ക് ഇതുമായിട്ടൊരു കണക്ഷൻ കിട്ടാനാണ് പറഞ്ഞത്. യഹൂദന്മാർ പലതവണ സ്കാറ്റേഡായി. നമ്മൾ മലയാളികളുടെ കൂട്ടാണ് അവരും. ചെതറും, പലയിടത്ത് പോവും, പല സ്ഥലങ്ങളിൽ പോവും. അപ്പം അത് നമുക്കൊരു ഗുണമാണ്. ഈ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാനും പഠിക്കാനും സംസ്കാരങ്ങളെ ഉൾക്കൊള്ളാനും ഒക്കെ അത് കഴിയും. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകും, നമുക്ക് യൂസേജ് ഇല്ലാത്തതുകൊണ്ട് ഭാഷ കൈവിട്ടു. ജൂതന്മാരുടെ ആദ്യ തലമുറയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായില്ല. കാരണം മലയാളത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹീബ്രു. കാരണം മതപരമായ വായനയ്ക്ക് അത് ആവശ്യമാണ്. അറബിക്കൊക്കെ പോലെ, നമ്മുടെ ബ്രാഹ്മൺസിന് സംസ്കൃതി പോലെ, മുസ്ലിം സഹോദരന്മാർക്ക് അറബിക്ക് പോലെ, ജൂതന് ഹീബ്രു. ആ ഭാഷയിൽ വേണം അത് വായിക്കാൻ. പക്ഷേ ഈ സ്കാറ്റേഡ് ജ്യൂസ് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നമ്മൾ അറിയുന്ന ചിതറലുണ്ട്. അതിന് മുമ്പും ചിതറിയിട്ടുണ്ട്. ന്യൂ ടെസ്റ്റമെൻ്റ് ടൈമിലും ചിതറിയിട്ടുണ്ട്. ഇപ്പോഴും ചിതറിയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് ക്രമേണ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ഇവർ ചിതറിപ്പോയ ശേഷം ഈ ആരാധനയ്ക്ക് ലോകത്ത് അവർക്ക് ഒരു സ്ഥലമുള്ളൂ വാസ്തവത്തിൽ. അത് ജെറുസലേമാണ്. താൽക്കാലിക ആരാധനയ്ക്ക് അവരുണ്ടാക്കുന്ന സ്ഥലമാണ് സിനഗോഗ്. അപ്പോൾ ആ സിനഗോഗിനെ നമ്മളെ മലയാള പരിഭാഷയിൽ പള്ളി എന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആ സിനഗോഗിൽ വായനയ്ക്ക് വേണ്ടി അവർ ഗ്രന്ഥച്ചുരുൾ കൊണ്ടുവരും. ആ ഗ്രന്ഥച്ചുരുൾ തയ്യാറാക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ശാസ്ത്രി, സ്ക്രൈബ്സ്. അവർക്കല്ലാതെ എല്ലാവർക്കും അത് എഴുതാൻ നിയമമില്ല. ലൈസൻസ്ഡ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ് സ്ക്രൈബ്സ്. ഏകദേശം ഒരു 17 റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റെസ്ട്രിക്ഷൻസ് പാലിച്ചു വേണം ഈ കോപ്പി എഴുതിയെടുക്കാൻ. അത് ചിലത് ഞാൻ പറയാം, ഓർമ്മ വരുന്ന ചിലത്, അത്യാവശ്യമുള്ളതൊക്കെ അതിൽ വരും. ഇത് എഴുതുവാൻ വേണ്ടി തയ്യാറാക്കുന്ന ആ പേപ്പർ ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് പേപ്പറല്ല, പാപ്പിറസും അല്ല. കാരണം പാപ്പിറസ് ലാസ്റ്റ് ചെയ്യില്ല. പാപ്പിറസിനെ പറ്റി പറഞ്ഞാൽ വേറെ ചിലതും പറയേണ്ടി വരും. അതും കൂടെ തൊട്ടുപോയോണ്ട് പറയാം. ഈജിപ്തിൽ നിന്ന് കിട്ടുന്ന സംഗതിയാണ് പാപ്പിറസ്. ഒരു ചെടിത്തണ്ടിൻ്റെ ഉള്ളിലെ പൾപ്പ് എടുത്തിട്ട് സംസ്കരിച്ചുണ്ടാക്കുന്നതാണ് പാപ്പിറസ്. അന്നും ഇന്നും അത് എക്സ്പെൻസീവാണ്. അത് വെട്ടാനൊക്കത്തില്ല. സ്റ്റെം ഒരു ത്രികോണാകൃതിയാണ്. അതിൻ്റെ ഉള്ളിലെ പൾപ്പ് നമ്മുടെ ചേമ്പിനുള്ളിൽ കാണുന്ന പോലെ, ആ തണ്ടിനുള്ളിൽ കാണുന്ന പോലെയുള്ളൊരു പൾപ്പുണ്ടാവും. ആ പൾപ്പാണ് സംസ്കരിച്ച് പേപ്പർ ഷീറ്റുകളാക്കി മാറ്റുന്നത്. വെട്ടാൻ പറ്റത്തില്ലാത്തത് ഇത് അവരുടെ ദേവനാണ്, ഈജിപ്തുകാരുടെ. എന്തെന്നാ പാപ്പിറസ്. നമ്മുടെ നാട്ടിലെ ഹിന്ദു സഹോദരന്മാർ കൃഷ്ണ തുളസിയെ ദേവനായിട്ട് കാണുന്ന പോലെ ഇതിനെ ദേവനായിട്ട് കണ്ടു. ദേവനായിട്ട് കാണാൻ കാരണം ഇതിൻ്റെ ആ ഇലകൾ ഒരു പയർമണി പോലെ ഇങ്ങനെ കതിര് പോലെ വിടർന്നു നിൽക്കും. അവർക്ക് സൂര്യനാണ് പ്രധാന ദേവൻ. ആ സൂര്യനെ അനുസ്മരിപ്പിക്കും ഇതിൻ്റെ ആ കതിര്. ഒരു സിമിലാരിറ്റി വിത്ത് റേ, സണ്ണിൻ്റെ റേ. ഈ ത്രികോണം അവരെ ശവകുടീരത്തെ അനുസ്മരിപ്പിക്കും. കാരണം എന്താ, മമ്മി അങ്ങനെയാണ്, പിരമിഡ്. അപ്പോൾ ഡെത്ത് ടു ലൈഫാണ് ഈ ചെടി പ്രതികരിക്കുന്നത്. ഫ്രം ഡെത്ത് ടു ലൈഫ്. അതുകൊണ്ട് നമുക്ക് മുറിക്കാൻ പറ്റില്ല. അങ്ങനെ അത് നിന്ന് കാലം കുറേ കഴിയുമ്പോൾ തന്നെ ഒടിഞ്ഞു വീഴും. തന്നെ ഒടിഞ്ഞു വീണിട്ട് വീണ്ടും പൊട്ടിക്കിളുക്കും. അതിനാണ് പറഞ്ഞ് ചതഞ്ഞ ഓട ഒടിക്കുകയില്ലെന്നൊക്കെ പറഞ്ഞാൽ അത് കിളുത്തോട്ടേന്ന് ഓർക്കുന്നു. മനസ്സിലായില്ലേ? പാടുന്നവരോട് ഉണ്ടോ? പോയോ? ചതഞ്ഞ ഓട ഓടിക്കാത്തവരെന്നൊക്കെ പാടി ഇത് കഴിഞ്ഞ് കുഞ്ഞ് അത് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്യാവശ്യം അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ, പിണങ്ങരുത്. അപ്പോൾ ഈ പാപ്പിറസിൻ്റെ വലിയ വ്യാപാരം നടന്ന സ്ഥലം ഈജിപ്റ്റാണ്. അപ്പോൾ ഈജിപ്തിൽ അന്നും ഇന്നും വിലമതിക്കാനാവാത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നു അലക്സാണ്ട്രിയയിൽ. മുഹമ്മദ് കാലഘട്ടം കഴിഞ്ഞ് ഖലീഫ ഉമർ ഖലീഫയായപ്പോഴേക്ക് ആ ലൈബ്രറി എല്ലാം തീയിട്ട് കളഞ്ഞു. മാസങ്ങൾ നിന്ന് കത്തിയതാണത് ആ ലൈബ്രറി. അപ്പോൾ അതിന് മുമ്പൊരു സംഭവം ഉണ്ടായി. നമ്മുടെ എഫസോസിൽ നിന്നൊരു രാജാവ് അവിടെ ചെന്ന്, എഫസോസ് ഭരിച്ചിരുന്ന ഒരു രാജാവ് അവിടെ ചെന്ന്
പണ്ട് ഇവിടം കണ്ടു, ലൈബ്രറി കണ്ട് അമ്പരന്ന് പോയി. പുള്ളിക്കാരൻ തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ലൈബ്രറിനെ കണ്ടിട്ട് പറഞ്ഞു, നീ അവിടെ വാ, ഞാൻ നല്ല ശമ്പളം തരാം, ഇതിലും നല്ലൊരു ലൈബ്രറി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അയാൾ ഈ കൂടെ പോന്നു, കൂടി ശമ്പളം കിട്ടുമ്പോൾ പോന്നതാണ്. പക്ഷേ മറ്റേ രാജാവ് ഇതറിഞ്ഞിട്ട് ഇവനെ പിടിച്ച് ജയിലിലിടുക മാത്രമല്ല, ഇവർക്ക് പാപ്രസിൻ്റെ ആ ഡിസ്ട്രിബ്യൂഷൻ നിർത്തിക്കളഞ്ഞു. അപ്പോൾ എഴുതാൻ സംഗതിയില്ലായിരിക്കുമ്പോഴാണ് വെളിപ്പാട് സ്ഥിതി യോനാണ്ട് പറയാം, എഴുതുക എന്ന്. എപസോസിലേ ഒക്കെ എഴുതുക. ഇവർ വിട്ടില്ല. ഇത് ക്രിസ്തുവിന് മുമ്പുള്ള സംഭവം, ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇവരൊരു പുതിയ എഴുത്ത് രീതി കണ്ടുപിടിച്ചു. അതാണ് മൃഗങ്ങളുടെ തോലിൽ എഴുതാൻ തുടങ്ങി. അതിനാണ് നമ്മൾ പാർച്ച്മെൻറ്റ്സ് എന്ന് പറയുക. കേട്ടിട്ടുണ്ടല്ലോ ഇതല്ലേ? ഈ മൃഗങ്ങളുടെ തോലിൽ എഴുതുമെന്ന് ഞാൻ വീട്ടിൽ വെച്ച് ഇങ്ങനെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മോൻ ഓർത്തു, ഈ ആടിനെയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ദേഹത്ത് എഴുതിയിട്ട് വിടുക. പോത്തിൻ്റെയൊക്കെ ദേഹത്തേക്ക് മത്തായി 1:1. ഒരു വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം കുഞ്ഞാ മത്തായി ഇങ്ങനെ അഴിച്ചുകൊണ്ട് പോകാം. അപ്പോൾ അത് വന്നിരിക്കുന്നു, വാലാട്ടുന്നു, നമ്മൾ വായിക്കുന്നു, അതിനെ അഴിച്ചു വിടുന്നു, അടുത്തതിനെ വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അതെത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ചു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അത് പിന്നെ പറഞ്ഞു കൊടുത്തു. നമ്മൾ ഈ ഡ്രമ്മിൻ്റെയൊക്കെ തോലെടുക്കുന്ന പോലെ എടുക്കുക. എന്താ പറഞ്ഞതെന്നറിയണ്ടേ? ശാസ്ത്രി ബൈബിള് കോപ്പി എടുക്കുമ്പോഴേക്കും കാണുന്ന കന്നാലിയെല്ലാം കൊല്ലാൻ പറ്റില്ല. ഇതിനു വേണ്ടി മാത്രം പ്രത്യേകം വളർത്തുന്ന കന്നാലി ഇങ്ങനെയാണ്. അതിനുവേണ്ടി വളർത്തുന്ന ഇളം മൂരി, കാളയെന്നൊക്കെ പറയല്ലോ, അതിൻ്റെ തോല എടുക്കാവുള്ളൂ. മനസ്സിലായില്ലേ? അല്ല, പ്രായമായ നമ്മളെ ഒന്നും ഇതിന് പറ്റത്തില്ലെന്ന്. അപ്പോൾ ഇതിൻ്റെ തോല് സംസ്കരിച്ചെടുക്കണം. എന്നിട്ട് ഈ ഷീറ്റ്, പാർച്ച്മെൻറ്റ്സിൻ്റെ ഈ ഷീറ്റ് എടുത്തിട്ട് കറുത്ത നിറമുള്ള മഷി കൊണ്ടേ എഴുതാവൂ. അതും ആചാരമനുസരിച്ചുണ്ടാക്കിയ കൂട്ട് അങ്ങനെ വേണം. മറ്റൊന്ന്, എഴുതുന്നതിന് ചില നിയമമുണ്ട്. ഒരു വരിയിൽ ഇങ്ങനെ 13 അക്ഷരങ്ങളും 13 ലെറ്റേഴ്സ് ഇങ്ങനെ, ഞാനിങ്ങനെ കാണിക്കുന്നത് ഇങ്ങോട്ടാണ് എഴുതുന്നത്. അവരുടെ എഴുത്തങ്ങനെ ഇന്നലെ പറഞ്ഞല്ലോ, റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. 13 അക്ഷരങ്ങൾ ഇങ്ങോട്ടും 30 അക്ഷരങ്ങൾ താഴോട്ടും. അതിൽ കൂടാൻ പാടില്ല, കൂടരുത്. 2 അക്ഷരങ്ങൾ തമ്മിൽ ഒരു തലനാരിഴയുടെ എങ്കിലും അകലം. മുട്ടിക്കിടക്കരുത്, കൂടിക്കിടക്കാൻ പാടില്ല. അപ്പോൾ നമ്മളൊക്കെ ഈ കൂട്ടക്ഷരമാണെന്നും പറഞ്ഞ് ECG എടുത്തോലെ എഴുതുമല്ലോ. ആ ശീലം വന്നാൽ തന്നെ സ്പെല്ലിങ് അറിയാത്തതുകൊണ്ടാണ് ചെറുപ്പത്തിൽ. ECG എടുക്കുന്ന പോലെ അങ്ങനൊന്നും പറ്റില്ല. അക്ഷരം തമ്മിൽ ടച്ച് ചെയ്യരുത്. ബൈബിളിൻ്റെ എഴുത്തിൻ്റെ രീതിയാണ്. അക്ഷരം തമ്മിൽ മുട്ടിക്കിടക്കരുത്. അടുത്തത്, ഈ എഴുതി വരും വഴിക്ക് എലോഹീം യഹോവ എന്നൊക്കെ എഴുതേണ്ടി വന്നാൽ അതും കൂടി എഴുതി മുഴുമിപ്പിച്ച ശേഷം ഈ എഴുത്തുകോൽ ഓടിച്ചു കളയണം. ദൈവത്തിൻ്റെ പേരെഴുതിയ പേന കൊണ്ട് ഇനി മറ്റൊന്നും എഴുതരുത്. ഓക്കെ? എലോഹീം, അദോനായ്, യാഹ്വേ എന്നൊക്കെ എഴുതിയ പേന കൊണ്ട് ഇനി എഴുതരുത്. ഇനി വെർജിനായ പെന്നുകൊണ്ട് നമുക്ക് യാഹ്വേ എന്ന് എഴുതാനും പാടില്ല. തഴക്കം വന്ന പേന കൊണ്ട് എഴുതാവൂ. അതങ്ങ് ഒടിച്ചും കളയണം. എന്നിട്ട് വേറെ എടുക്കണം. ഈ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പാലിക്കണം ചില നിയമങ്ങൾ. കണ്ണികകൾ തമ്മിൽ നല്ല അകലമുണ്ടായിരിക്കണം. മറ്റൊരു നിയമം, മനപ്പാഠം പഠിച്ച് കാര്യങ്ങൾ എഴുതാൻ പാടില്ല. മനപ്പാഠം അറിയാമെങ്കിലും ഒരു മാസ്റ്റർ കോപ്പി കയ്യിൽ വേണം. അതിനെ ആസ്പദമാക്കി നോക്കിയേ എഴുതാവൂ. ഉദാഹരണം, നമുക്കറിയാം യഹോവ എൻ്റെ ഇടയനാകുന്നു, വാക്യം മനപ്പാഠമാണ്. എന്നാൽ നോക്കണ്ടെന്ന് ഓർത്ത് എഴുതാൻ പാടില്ല. അത് നോക്കിയേ എഴുതാവൂ. മഷി പടരാൻ പാടില്ല. ആവശ്യമില്ലാത്തടത്ത് കുത്തോ കോമയോ ഒന്നും വരാൻ പാടില്ല. ആദ്യം പറഞ്ഞ ലെവൽ അനുസരിച്ച് മാർജിൻ എല്ലാ ആവശ്യത്തിന് വിടണം. 4 സൈഡിലും മാർജിൻ വിടണം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയമം. എഴുതിക്കൊണ്ടിരിക്കെ രാജാവ് വന്നു ആ മുറിയിലേക്ക്. അഭിവാദ്യം പറയാനോ അഭിവാദ്യം സ്വീകരിക്കാനോ പാടില്ല.
കാരണം മഹാരാജാവിൻ്റെ ജോലിയാണ് ശാസ്ത്രി ചെയ്യുന്നത്. മൈൻഡ് ചെയ്യരുത്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ എഴുതിയൊരു സാധനത്തിനകത്താ നമ്മൾ ഈ കണ്ട കാർഡും മുടി വെട്ടിയ തീയതിയല്ല എഴുതി വച്ചേക്കുന്നത്. അപ്പച്ചൻ മരിച്ചു, നാട്ടിലേക്ക് കുടുംബസഹിതം പോയി, ടിക്കറ്റ് കിട്ടിയില്ല, ഇതെല്ലാം ഇതിൻ്റെ അകത്താണ് എഴുതി വെക്കുന്നത് മനുഷ്യൻ. ഒരു തിരുവഴുത്തിനെ കണ്ട ഒരു രീതി കണ്ടോ? കുഞ്ഞുമോൻ ജനിച്ചു, ഇതെല്ലാം എന്നെ നമ്മൾ എഴുതി വെച്ചിരിക്കുക 91 സങ്കീർത്തനത്തിൻ്റെ അപ്പുറത്ത്. ഉപദേശി വിടവാങ്ങിപ്പോയി. അപ്പം ഇത് ഈ നിയമമില്ല. ഏതെങ്കിലും ഒരു നിയമം തെറ്റിപ്പോയാൽ ഈ പേപ്പർ ഷീറ്റ് സിനഗോഗിൻ്റെ പിന്നിലുള്ള ഒരു അൽമാരയിൽ കൊണ്ട് നിക്ഷേപിക്കണം. അതിൻ്റെ പേര് രസകരമാണ്, ഗന്നീസ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയ പേരാണ്, പക്ഷെ അർത്ഥം അൽമാര എന്നാണ്. ഗന്നീസ. ഈ ഗന്നീസയിൽ കൊണ്ടിടണം. ഈ ഗന്നീസ നിറഞ്ഞു കഴിഞ്ഞാലുടൻ ഇത് എടുത്തുകൊണ്ടുപോയി ആഴത്തിൽ കുഴിയെടുത്ത് ശവം സംസ്കരിക്കുന്ന പോലെ സംസ്കരിക്കണം, അല്ലെങ്കിൽ കത്തിച്ച് കളയണം. കത്തിച്ച ചാരത്തിൽ പോലും അക്ഷരം തെളിഞ്ഞിരിക്കാൻ പാടില്ല, പൊടിച്ച് തീർക്കണം. ഇങ്ങനെ കൃത്യം ചെയ്യുന്ന ആളിൻ്റെ പേരാണ് ശാസ്ത്രി. എസ്രാ ശാസ്ത്രി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കിയേ. ഇതാ ശാസ്ത്രി. ശാസ്ത്രിമാർ അവൻ്റെ അടുക്കൽ വന്നു. നമുക്ക് ഈ ശാസ്ത്രി എന്നപ്പോൾ കേട്ടാൽ ഏതാണ്ട് പുച്ഛമാണ്. യേശു പുച്ഛിക്കട്ടെ, അതിനൊരു കാരണമുണ്ട്. അതിനിങ്ങനെ നടക്കുന്നത് ഞാൻ ഇയാളെ പൂജിച്ചിട്ടെന്തോ നേടാനാ? ഇതാരാ നിൽക്കുന്ന ഓർത്താ? അതുകൊണ്ട് ആളുകൾ ഇവരെ വല്ലാതെ ബഹുമാനിച്ചു. കാരണം അവർ ഈ സഞ്ചരിക്കുന്ന ഒരു ന്യായപ്രമാണം പോലെ അവർക്ക് തോന്നി, ജനങ്ങൾക്ക്. ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോ, നമുക്ക് കിട്ടിയ സകല ബഹുമാനവും ഈ തിരുവെഴുത്തിൻ്റെ ബഹുമാനമാണ്. ഈ പുസ്തകം ചുമന്ന ബഹുമാനമാണ് നമുക്ക് കിട്ടിയ സകല ആദരവും. ഹല്ലേലൂയ. ഈ ഗ്രന്ഥമാണ് നമുക്ക് വിലയും നിലയും ഒക്കെ തന്നത്. പക്ഷേ ശാസ്ത്രിമാരത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ശാസ്ത്രിമാർ യേശുവിനോട് സംസാരിച്ചപ്പോൾ പറയുക, ഇവനീ ജ്ഞാനം എവിടുന്ന് കിട്ടി? ഞങ്ങളറിയാത്ത വഴിക്ക് ഇത് ഇതിലേ വന്നെന്നു. 12 വയസ്സൊക്കെ ഉള്ളൂ ഈ കക്ഷികളെ നേരിടുമ്പോൾ. അപ്പോൾ ഈ ശാസ്ത്രിമാർ അവർ തയ്യാറാക്കിയ ഇത് കൂടാതെ ഒരാൾ കൂടി തയ്യാറാക്കണം ഇതിൻ്റെ പ്രതി. അത് ഡ്യൂട്ടോണമി ചാപ്റ്റർ 70 കിടപ്പുണ്ട്. ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവ നിനക്ക് ഒരു രാജ്യം അവകാശമായി തരുമ്പോൾ അവിടെ ഒരു രാജാവിനെ തിരഞ്ഞെടുക്കണമെന്ന് വന്നാൽ നിങ്ങൾ പരദേശികളെ, ഫോറിനേഴ്സിനെ എടുക്കാൻ പാടില്ല. നിന്റെ ദേശീയതയ്ക്കുള്ളിൽ നിന്ന് തന്നെ എടുക്കണം, പുറത്തുനിന്ന് ഒരാളെ എടുക്കരുത്. നിയമം 1. അടുത്തത്, അവന് ഭാര്യമാർ അനവധി ഉണ്ടാവരുത്. അടുത്തത്, അവന് കുതിരകൾ അനവധി ഉണ്ടാവരുത്. കുതിര വേണ്ടെന്നല്ല, അനവധി കുതിര പാടില്ല. അതിൻ്റെ കാരണം പറഞ്ഞു, ജനം നല്ല കുതിരകളെ തേടി വീണ്ടും ഈജിപ്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അവിടെ നല്ല കുതിര കിട്ടുന്നത്. അതുകൊണ്ട് അത് അധികം പാടില്ല. പിന്നെ പറഞ്ഞു ഒന്നുകൂടി, അവൻ തൻ്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണം സ്വന്തം കൈകൊണ്ടൊരു കോപ്പി എഴുതിയെടുക്കണമെന്ന്. ശാസ്ത്രിമാരെ കൂടാതെ അത് കയ്യിൽ വെച്ചേക്കണമെന്ന് എപ്പോഴും, സ്വന്തം കൈകൊണ്ട്. ഇത് മിക്കതും അത്യാവശ്യം തെറ്റിച്ച ആളാണ് നമ്മുടെ സോളമൻ. കുതിര അനവധി ഉണ്ടാകരുതെന്ന് പറഞ്ഞ കക്ഷിക്ക് 40,000 കുതിരാലയങ്ങൾ, 12,000 കുതിരച്ചേവകർ, അല്ലേ? കല്യാണമല്ല ഒത്തിരി. അപ്പോൾ അത് പഠിച്ചാൽ മതി. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ പോട്ടെ. അപ്പോൾ നമുക്ക് ഏകദേശം പിടിയിട്ടില്ലേ ഈ കാര്യങ്ങൾ. ഇനി ഓരോ ഘട്ടങ്ങളിൽ പല നാടുകളിലേക്ക് ചിതറിപ്പോയ ജൂതഗണങ്ങൾ അവർ സിനഗോഗിലെ ആവശ്യത്തിനു വേണ്ടി ഇതൊക്കെ വായിക്കുമെങ്കിലും പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ കാരണം ഈ ഭാഷ വായിക്കൽ ഒരല്പം പ്രയാസമാണ്. വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇതിനകത്തൊന്ന് കയറി കിട്ടാൻ പാടാ, പിന്നെ എളുപ്പമാണ്, സംഗതി റെഡിയാണ്. നമ്മൾ ഈ സൈക്കിളിൽ കയറാൻ പഠിക്കുന്ന പോലാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള വണ്ടി സൈക്കിളായിരുന്നു, കാറൊന്നും അല്ല, അല്ലേ? കയറി കഴിഞ്ഞിട്ട് പിന്നാണ് ഞങ്ങളുടെ ഒരാൾ പറഞ്ഞു, ചേട്ടാ ഈ അടുത്ത മയിൽക്കുറ്റി തേടി പോയേക്കാന്ന് വണ്ടി നിർത്താൻ, അത് ചവിട്ടി വേണം നിൽക്കാൻ.
മയിൽക്കുറ്റി എന്നൊരു സ്ഥലമുണ്ടല്ലോ, ഇതുണ്ടല്ലോ അല്ലേ, ഈ കിലോമീറ്ററൊക്കെ എഴുതിയേക്കുന്നത്. ഇവിടെ അങ്ങ് നിർത്താൻ പറ്റാഞ്ഞിട്ട് അടുത്ത സ്ഥലം, പിന്നെ നമ്മളൊക്കെ റെഡിയാവും. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സ്വരാക്ഷരങ്ങളില്ല, എയ് അയ്യോ ഒന്നുമില്ല. മലയാളത്തിലെ ആ ആ ഈ അങ്ങനെ 16 അക്ഷരവും ഇല്ല, വള്ളിയില്ല, പുള്ളിയില്ല. ഉച്ചാരണത്തിൽ ഇതെല്ലാം വരുത്തുകയും വേണം. ഇത്തരം ഒരു ഭാഷയാണ് ഹീബ്രു. ഒന്നുകൂടി പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റാണ്. അക്ഷരങ്ങൾ 22. അതിൻ്റെ വ്യാകരണ നിയമം വളരെ സിമ്പിളാണ്. പാസ്റ്റ് ടെൻസ് ഇല്ല, പ്രസൻറ്റ് ടെൻസ് ഇല്ല, ഫ്യൂച്ചർ ടെൻസ് ഇല്ല. പക്ഷേ 2 ടെൻസ് ഉണ്ട്, പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് ടെൻസ്. പൂർണ്ണക്രിയ, അപൂർണക്രിയ. ഞാൻ ഇന്ന് യോഗത്തിന് പോകും, പോയില്ലല്ലോ, പോകട്ടെ, അതാണ് പൂർണ്ണക്രിയ. പോയാൽ പൂർണ്ണം. പോകും എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്റ്റ്, പോയി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്. ക്രിയ തീർന്നു. ഇങ്ങനെ 2 ടെൻസസേ ഉള്ളൂ. അടുത്തത്, ഈ ഭാഷയ്ക്ക് പ്രത്യേകത, ഈ സ്വരാക്ഷരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ഉച്ചരിച്ചു വരുന്ന വഴിക്ക് ആ വ്യഞ്ജനം മാത്രം എഴുതും. പക്ഷെ വായിക്കുമ്പോൾ സ്വരാക്ഷരം ഇട്ട് വായിക്കണം. പക്ഷെ എന്തൊരു പാടാന്ന് ഓർത്ത്. മനസ്സിലായല്ലോ? പാട്ട് പാടുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ ഈ സൗണ്ടൊക്കെ ഇങ്ങനെയൊക്കെ വെക്കുന്ന അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്ത് പാടണം എന്നൊരാളോട് പറഞ്ഞു. ഇപ്പോൾ കേട്ട ഒരാൾ പറഞ്ഞു, കണ്ടോ, അതിന് കുറേ കൂടെ ഒന്ന് ഉറപ്പ് വരാൻ വേണ്ടി കേട്ട ആൾ പറഞ്ഞു, യേശുദാസൊക്കെ പാടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ സ്വരം ഒന്നും ഇങ്ങനെയൊന്നും വെക്കാൻ നമുക്ക് കേൾക്കാൻ പറ്റില്ലെന്ന്. ഞാൻ ഒന്നാമതൊരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞ് ആകെ പുലിവാലി പിടിച്ച് നിൽക്കുക. വലിയൊരു നീണ്ട പ്രസംഗത്തിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടൊരു സാധനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരുത്തൻ പറയായി, അത് നിങ്ങൾക്കറിയത്തില്ലേ അങ്ങനെ സൗണ്ട് വരാത്ത എന്തിൻ്റെ കാരണമെന്നറിയോ? യേശുദാസൊക്കെ പാടുമ്പോൾ അവർക്ക് വേണ്ടി വേറെ ആളുകളാണ് ശ്വാസം വിടുന്നതെന്ന്. അവർക്ക് അതിനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന്. ഓരോ കണ്ടെത്തല്ലേ, പോട്ടെ എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷ സംസാരിക്കുക, സ്വരാക്ഷരം ഇല്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എവിടുന്നേലും ഇത് പറയണമെന്ന്. അപ്പം ഇത് ഉദാഹരണം ഇന്നലെ ഞാൻ പറഞ്ഞത്, ദാലത്ത് എന്നൊരക്ഷരം, അതിന് ഡി ആണ് വാല്യൂ. നമ്മുടെ ഇംഗ്ലീഷിലെ ഡി എന്ന അക്ഷരത്തിന് തത്തുല്യമായിട്ട് ഉപയോഗിക്കുന്ന അക്ഷരമാണ് ദാലത്ത്. ഹേ. അടുത്തത് വൗ എന്നൊരക്ഷരം, നമ്മുടെ വി അല്ലെങ്കിൽ ഡബ്ല്യുവിന് തത്തുല്യ അക്ഷരം, വിക്ക് തത്തുല്യ അക്ഷരം, അത് എടുക്കുന്ന കറക്റ്റ്. ഇനി ഡി വി ഡി, ദാലത്ത് വൗ ദാലത്ത് എന്നെഴുതിയാൽ DVD എന്ന് വായിക്കാൻ പാടില്ല, ദാവീദൻ തന്നെ വായിക്കണം. ദാവീദ്. ഓക്കെ. യുഹാന, യോഹന്നാൻ്റെ പേരെങ്ങനെയാണ്, അതൊക്കെ വായിക്കണമെങ്കിൽ സ്വരാക്ഷരം ഇല്ല. ഇത് വായിക്കുന്നതൊരു ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ സ്കാറ്റേഡ് ജ്യൂസിൻ്റെ ചിതറിപ്പോയ യൂതന്മാരുടെ തലമുറയ്ക്ക് വേണ്ടി ഇത്തരം ശാസ്ത്രിമാരിരുന്നു കൊണ്ട് ഈ സ്വരാക്ഷരങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കി ഇതോട് ചേർത്ത് വെച്ചു. അപ്പോൾ യാഹ്വേ എന്ന് വിളിക്കേണ്ട ഇടത്ത് വന്നപ്പോൾ ഇതിനൊരു സ്വരാക്ഷരം വേണം ചിന്തിച്ചപ്പോൾ നമ്മളറിയുന്ന എലോഹീം എന്നൊരു പ്രയോഗമുണ്ടല്ലോ, ആ എലോഹീമിലെ സ്വരങ്ങളുണ്ടല്ലോ, ഓയും അയ്യും ഒക്കെ എടുത്ത് ഇതിലേക്ക് ഫിറ്റ് ചെയ്തപ്പോൾ യാഹ്വേ YHWH എന്നത് യഹോവ എന്നായി. ഓക്കെ. അപ്പോൾ സ്വരാക്ഷരം എവിടുന്നാണ് കൊണ്ടേക്കുന്നത്? എലോഹീമിൻ്റെ. ഇനി തനി യഹൂദ ഭാഷയിൽ, എബ്രായ ഭാഷയിൽ YHWH മതി. യോദ് ഹേ വൗ ഹേ, ഈ 4 അക്ഷരം മതി. ടെറ്റാഗ്രമേഷൻ, ചതുരാക്ഷരി എന്ന് പറയുക. അങ്ങനെ വന്ന ഈ ശാസ്ത്രിമാരുടെ ഒരു സംഘം, ഒരു റബിമാരുടെ സംഘം, നമ്മളൊക്കെ കാണല്ലോ ഇതിലൊക്കെ മുമ്പ് ഈ റിലീജിയസ് പീപ്പിൾ, ഒരു റൗണ്ട് ക്യാപ്പൊക്കെ വെച്ച മനുഷ്യർ പോകുന്ന കാണാമല്ലോ ജൂതന്മാരുള്ളടുത്ത്. ആ ഒരു ഗ്രൂപ്പിനെ അറിയപ്പെട്ടതാണ് മസോറികൾ. ഈ മസോറിക് ടെക്സ്റ്റ് എന്ന പേരിൽ അവരുടെ പുസ്തകമുണ്ട്. അതിൻ്റെ ചുരുക്കെടുത്ത് MSS എന്നാണ്. MSSകൾ അഥവാ മസോറിക് ടെക്സ്റ്റിൽ, മസോറികളുടെ ഗ്രന്ഥത്തിൽ
അവരൊരു കാര്യം ചെയ്തു. ഒരു പേജിൽ 2 ഭാഗം, ഒരു ഭാഗത്ത് വൗവൽസ് ഉള്ള എഴുത്ത്, ഒരു ഭാഗത്ത് വൗവൽസ് ഇല്ലാത്ത എഴുത്ത്. സംഗതി രണ്ടും ഒരേ കാര്യം. ഉൽപ്പത്തി വൗവൽസോട് കൂടിയും ഉൽപ്പത്തി വൗവൽസ് ഇല്ലാതെയും. മനസ്സിലായോ? പണ്ട് നമ്മുടെ നാട്ടിൽ പറയില്ല, തേങ്ങ തൊണ്ടില്ലാതെ തേങ്ങ തൊണ്ടോടുകൂടെ എന്ന് പറഞ്ഞ് വിൽപ്പനയ്ക്ക് വെക്കുന്ന പോലെ പറഞ്ഞ പോലെ. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? വൗവൽസ് ഇല്ലാത്തതാണ് ഒറിജിനൽ, ഇത് വായിക്കേണ്ടതിന് മാത്രം. വായന എളുപ്പമാക്കാൻ ഇത് ഉപയോഗിച്ചോ, പക്ഷെ ഇതേ കയറി തുടരുത്, ഇതാണ് ഒറിജിനൽ എന്ന്. ഇപ്പം പിടികിട്ടിയോ? അപ്പം കഴിവതും യാഹ്വയാണ് പറയേണ്ടത്. ഇനി യഹോവ എന്ന് പറഞ്ഞവർക്ക് ഒരു കുഴപ്പമില്ല, അത് യൂസേജാണ്, ഉപയോഗത്തിലുള്ളതാണ്. ഇനി നമുക്ക് യാഹ്വേ എന്ന് അവിടെ കാണാം, ഇവിടെ എങ്ങനെ കാണാം? യഹോവ. ഇതിൻ്റെ മുകളിൽ 2 സൂചന കൊടുത്തിരിക്കും. നമ്മൾ പഴയ പാട്ടൂസൻ്റെ മുകളിൽ കാണത്തില്ല, എന്ന രീതി, എന്ന മട്ടം എന്നൊക്കെ പറഞ്ഞ് എഴുതിയില്ലേ? അപ്പോൾ മുകളിൽ കാണും. ഇതിൻ്റെ ഒരു വിശദീകരണം മുകളിൽ എഴുതിയിട്ടുണ്ട്. ഒരു ക്യാപ്ഷൻ, കെത്തീബ് എന്നെഴുതിയിട്ടുണ്ടാവും. KETHIB. ഓർക്കാൻ എളുപ്പമാണ്, കിതാബ് എന്ന് ഓർത്താൽ മതി. കെത്തീബ് അർത്ഥം എഴുതേണ്ടത്, ടു റൈറ്റ്. ഇതിൽ നിന്നാണ് കിതാബ് എന്ന ഹിന്ദി പദമൊക്കെ ഉണ്ടായത്. രണ്ടാമത്തെ ആ ഭാഗത്തിനുണ്ട് കിരേ, QUERE, കിരേ അർത്ഥം വായിക്കേണ്ടത്. എഴുതേണ്ടത് യാഹ്വേ, വായിക്കേണ്ടത് യഹോവ. ഇപ്പം മനസ്സിലായോ? കെത്തീബ് ആൻഡ് കിരേ. കെത്തീബ് മീൻസ് ടു റൈറ്റ്, കിരേ മീൻസ് ടു റീഡ്. 2 പോർഷൻ കാണും ആ ബൈബിളിൽ. അപ്പോൾ സോഫറിയും ടെസ്റ്റ് ഉണ്ട്, മാസൂറിക്ക് ടെസ്റ്റ് ഉണ്ട്. ഇതിലെല്ലാം ഇത്തരത്തിൽ ഒരു ശൈലി അവലംബിച്ചു. അപ്പോൾ ഇതാണ് ചില ആളുകളിൽ നിന്നൊരു ചിന്താക്കുഴപ്പം. യഹോവ എന്ന് പറയണോ യാഹ്വേ എന്ന് പറയണോ, രണ്ടും ശരിയാണ്. കാരണം ഇതിന് സ്വരാക്ഷരം എടുത്തുകൊണ്ട് വന്ന ദൂരെ എന്നല്ല, ദൈവമെന്ന് നമ്മൾ വിളിക്കുന്ന എലോഹിമിൻ്റെ ആ സ്വരാക്ഷരങ്ങളെടുത്താണ് യാഹ്വേ അവിടെ ചേർത്ത് യഹോവ എന്ന് പറയുന്നത്. എന്നാൽ പിന്നെയും കുറേ ഡെവലപ്മെൻറ്റ്സ് വന്നപ്പോൾ ഇവരുടെ ഒരു ചിന്ത, നമ്മൾ ഈ യഹോവ എന്ന് കയറി വിളിക്കാവോ? കാരണം നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. ആ പേരിനോടുള്ള ഭയം കൊണ്ട് ഇവർ ഈ ഭാഗം വരുമ്പോൾ എന്തു പറയണമെന്നറിയാതെ ഒരു ചിന്താക്കുഴപ്പം വന്നിട്ട് പണ്ഡിത ലോകം, ശാസ്ത്രിമാരുടെ ലോകം, റബിമാരുടെ ലോകം ഒരു പരിഹാരം കൊണ്ടുവന്നു. ദൈവത്തെക്കുറിച്ചാണ് വരുന്നതെങ്കിൽ, യാഹ്വേ എന്നാണ് വരുന്നതെങ്കിൽ, എഴുതുമ്പോൾ യാഹ്വേ തന്നെ എഴുതണം. പക്ഷെ പറയുമ്പോൾ നിങ്ങൾ അദോനായി എന്ന് പറഞ്ഞാൽ മതി. അദോനായി. നമ്മളീ പക്ക അഡോണായി എന്ന് പറയരുത്, അദോനായി. അദോനായി എന്ന് പറഞ്ഞാൽ മതി. അദോനായി എന്ന വാക്കിന് മാസ്റ്റർ എന്നർത്ഥം, ഗുരു, യജമാനൻ എന്നൊക്കെ അർത്ഥം. അപ്പോഴൊരു പ്രശ്നം, യജമാനൻ ആർക്കും ആരെയും വിളിക്കാമല്ലോ. മാഷിനെ കുട്ടികൾക്ക് വിളിക്കാം, രാജാവിനെ പ്രജകൾക്ക് വിളിക്കാം, ഭർത്താവിനെ ഭാര്യയ്ക്ക് വിളിക്കാം, മനുഷ്യന് ദൈവത്തെയും വിളിക്കാം. പക്ഷേ എങ്കിലും യാഹ്വേ എന്ന് പറയുന്നിടത്ത് അദോനായി എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കും? അതിപ്പോഴും തീർന്നിട്ടില്ല. അതിന് പുതിയ കാലഘട്ടത്തിൽ അവരൊരു ഡെവലപ്മെൻറ്റ് വരുത്തി. നമുക്ക് ദൈവം എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് GOD എന്നങ്ങ് പറയാം. അതിൻ്റെ തത്തുല്യമായ അർത്ഥത്തിൽ YHWHൻ്റെ എബ്രായം പറയാൻ തുടങ്ങി. അതാണ് യൂദ് ഹേ വൗ ഹേ. അപ്പോൾ അവർ യൂദ് ഹേ വൗ ഹേ എന്നാണ് ഇപ്പോൾ മിക്കവരും ഉച്ചരിച്ച് വരുന്നത്. അത്ര ഉള്ളൂ. അതിൻ്റെ ഒരു അല്പം വിജ്ഞാനപരമായ, അല്പം കട്ടി പോലൊക്കെ തോന്നുന്ന കുറേ കാര്യങ്ങൾ ഇന്നലെ ഞാൻ അത്രയും പറഞ്ഞാണ് നിർത്തിയത്. ശരിയല്ലേ? ഇന്നലെ ആ ടച്ച് കിട്ടാത്തവർക്കൂടെ ഒരു അടുപ്പായില്ലേ കാര്യത്തോട്? ഇനി നമുക്ക് മുമ്പോട്ട് പോയാലോ? അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഇരുന്ന് കാണുന്നവരുണ്ട്, അവർ ചില നിർദ്ദേശമൊക്കെ അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിലേക്കൊന്ന് പോകണം. യാഹ്വേ വഴി ഒരു ട്രിനിറ്റിയിൽ വരണം. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഇത് 3 ഗ്രഹിച്ചു പോകാം. സത്യത്തിൽ ഈ പദം മോശയുമായുള്ളൊരു കോൺവെർസേഷനല്ല നമ്മൾ കേൾക്കുന്നത്, അല്ലേ? മോശ ചോദിക്കുന്നത്, ഞാൻ ഫറോയുടെ അടുത്തൊക്കെ ചെന്ന് പറയാം, പക്ഷേ ആരാണ് അങ്ങ്? എനിക്ക് വെളിപ്പെട്ട അങ്ങ് ആരാ പറയൂ?
ആരാണ് എന്നെ അയച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? അപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു? ഞാനാകുന്നവൻ. അത് കേട്ടാൽ നമുക്ക് വല്ലതും പിടികിട്ടുമോ? ഈ ചില ആളുകൾ ഈ ഫോൺ വിളിച്ച് ആരാ എന്നാന്ന് പറയത്തില്ല. നമ്മൾ ചോദിക്കും ആരാ? ഇത് ഞാൻ. മനസ്സിലായില്ല? എടാ ഇത് ഞാനാണെന്ന്. പിന്നെ നമ്മളിപ്പോൾ എന്തോ ചെയ്യുന്നത്? വല്ലതും പറയാൻ നോക്കുമോ? ചില സംഭാഷണം അങ്ങ് നേരെ തുടങ്ങാം. ആരാ എന്നാന്നൊന്നുമില്ല. നമ്മൾ ഈ മനുഷ്യരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ കർത്താവ് മോശയോട് പറയുക, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിനുപയോഗിച്ചൊരു എബ്രായ പ്രയോഗമുണ്ട്. അത് നിങ്ങൾ പഠിച്ചോ, വളരെ എളുപ്പമാണ്. അഹൈ അഷറഹൈ. അഹൈ അഷറഹൈ. ഇത് ഈ അഹൈ എന്നൊക്കെ പറയുമ്പോൾ പക്ക ആ വരരുത്. ആയിക്കും ഈക്കും ഇടയ്ക്കൊരു സൗണ്ട് വരണം. അത് അങ്ങനെ നമ്മൾ പറയുന്നു എന്ന് പോലും നമുക്ക് പോലും തോന്നരുത്. അത് സൈലൻ്റ് ആണെന്നർത്ഥം. അഹൈ അഷറഹൈ. കാരണം സ്വരാക്ഷരം ഇല്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. അത് അഹൈ അഷറഹൈ. അപ്പോൾ അഹൈ എന്നൊരു പദം കേട്ടല്ലോ. അതിൻ്റെ അർത്ഥം അത് വന്നിരിക്കുന്നത് ഹയ എന്നൊരു റൂട്ട് വേർഡിൽ നിന്നാണ്. ഹയ. ഈ ഹയ എന്താണെന്ന് നിങ്ങൾക്ക് എന്നെക്കാൾ ഈസിയായിട്ട് മനസ്സിലാകും. ഇംഗ്ലീഷിലെ ബി ഉണ്ടല്ലോ, ഇതന്നെ ഹയ. ബി ഇല്ലേ, ഐ വിൽ ബി, ആ ബി ആണ് ഹയ. എന്താ ആ ബിയുടെ പ്രത്യേകത അറിയണ്ടേ? ആ ബി ഇല്ലെങ്കിൽ ആംഗലേയ സാഹിത്യത്തിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ വ്യാകരണ ലോകം നിലനിൽക്കില്ല. ഭാഷകളെല്ലാം പോകും. അത് ഇംഗ്ലീഷിൽ മാത്രമല്ല, ആകുക, വരും, തരും, ഈ ഓക്സിലറി വെർബിൻ്റെ മുഴുവൻ അല്ലേ, അതിൻ്റെ മുഴുവൻ ആ സ്രോതസ്, ആ ന്യൂക്ലിയസ് അതാ. നിങ്ങൾക്കറിയാം അത് കറക്റ്റ്. മനസ്സിലായല്ലോ? സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കാളല്ല എനിക്ക് ഈ 24 ഓക്സിലറി വെർബ് നന്നായിട്ടറിയാം. പക്ഷെ അത് എവിടെ കൊണ്ട് വെക്കണമെന്നൊരു തീരുമാനം എതിരായിട്ടില്ല. അതെല്ലാം അറിയാം എനിക്ക്. ഇന്ത്യ എന്നുള്ളവരുടെ പ്രധാന പ്രശ്നം ഓക്സിലറി വെർബ് എല്ലാം അറിയാം, 24 ഓക്സിലറി വെർബ് അറിയാം. പക്ഷെ അത് എവിടെ എപ്പോൾ വെക്കണമെന്ന് ആലോചിച്ച് വരുമ്പോഴേക്ക് കേട്ടുകൊണ്ട് നിൽക്കുന്ന സ്ഥലം വിട്ടുപോകും. അതാ കുഴപ്പം. പക്ഷെ ഇതില്ലെങ്കിൽ ഭാഷ ചലിക്കില്ല എന്ന് മാത്രമല്ല, ഒരാക്ടിവിറ്റി നടക്കുകയില്ലെന്ന്. ശരിയല്ലേ? ക്രിയാത്മകമായിട്ട് ക്രിയേറ്റീവായൊരു കാര്യം ചെയ്യണമെങ്കിൽ ആവുക, ആകും, വരും, തരും, എല്ലാ തരം ആക്ടിവിറ്റീസും നടക്കുന്നതിന് കാരണമായ പദമാണ് ബി. ആ ബിയുടെ നമ്മളറിയുന്ന ആദ്യത്തെ പ്രയോഗം എവിടാന്ന് അറിയണ്ടേ? ഉണ്ടാകട്ടെ. എവിടാ കേട്ടെ? ഉൽപ്പത്തിയിൽ ഉണ്ടാകട്ടെ. ഉണ്ടാകട്ടെ എന്നുള്ള എബ്രായ പദം ബാറ. ബാറ, ആ പദത്തിൽ നിന്നാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായെന്ന്. ജീവജാലങ്ങളൊക്കെ ഉണ്ടാകാം. മൂലധനം ആ വാക്കാണ്. ആ വാക്കുച്ചരിച്ച, ക്രിയാത്മകമായ ആ പദം ഉച്ചരിച്ച, അങ്ങനെ പ്രപഞ്ചം ഇന്ന് വരെ നിലനിൽക്കുന്ന, സകല ചരാചരങ്ങളും നിലനിൽക്കുന്ന, അതിന് ഹേതുവായ ആ റൂട്ട് വേർഡ് പ്രയോഗിച്ചവനാരോ ആ ഞാനാണ് ഹയ, ഞാനാണ് യാഹ്വേ. കണ്ടോ? അർത്ഥം മനസ്സിലായോ? എന്തോരാഴവാ പദത്തിന്. ഇതാ മനസ്സിലാക്കാതെ ആളുകൾ പറയാം യഹോവ എന്തോ കുഴപ്പം പിടിച്ച ആളാണെന്ന്. അവരുടെ ദൈവം ആക്റ്റീവ് ഗോഡാണ്, കർമ്മനിരതനാണ്. ഗോഡ് ഈസ് ആൻ ആക്റ്റീവ് ഗോഡ്. അതുകൊണ്ട് ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇംഗ്ലീഷ് അടക്കമുള്ള ലാംഗ്വേജുകളിൽ അത് തുടങ്ങുന്നത് തന്നെ ഒരു വ്യക്തിയെ പറഞ്ഞിട്ടാണ് ആക്ഷനിലേക്ക് കിടക്കുന്നത് അല്ലേ? ഐ ലേൺസ്, ഞാൻ പഠിച്ചു, ഞാനിൽ തുടങ്ങണം. ഹിസ് നെയിം ഈസ് ബാബു, ഒരങ്ങനെ എന്തെങ്കിലും. ആദ്യം ആളിൻ്റെ പേര് പറയണം. ചുരുക്കി പറഞ്ഞാൽ നൗൺ ഓറിയൻറ്റഡ് ആണ് നമ്മുടെ എല്ലാം ഭാഷകൾ. ജൂതൻ്റെ ഭാഷ എങ്ങനെ അറിയോ? വേർബ് ഓറിയൻറ്റഡ് ആണ്. ആദ്യം ക്രിയ പറയും, എന്നിട്ടാണ് ദൈവത്തെ പറയുന്നത്. ഓക്കെ? കാരണം എന്താ? ഗോഡ് ഈസ് ആൻ ആക്റ്റീവ് ഗോഡ്. പ്രവർത്തിക്കുന്ന ദൈവം, സൃഷ്ടിക്കുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം, ഇടപെടുന്ന ദൈവം,
നയിക്കുന്ന ദൈവം, മുമ്പോട്ട് കൊണ്ടുപോകുന്ന ദൈവം. അത്രയും പണ്ട് ഈ വെളിപ്പാട് പ്രാപിച്ചവൻ്റെ പേരാ മോശ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. അത് ചെറിയ കാര്യമൊന്നും അല്ലെന്നേ. ഹല്ലേലൂയ. അങ്ങനെ ഒരു വെളിപ്പാട് അബ്രഹാമിന് കിട്ടി, പണ്ട് നോയ്ക്ക് കിട്ടി. അങ്ങ് എത്രയോ പഴക്കം ചെന്ന ഇത്ര അറിവുകൾ നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ ആ അറിവുകളെല്ലാം പരിമിതമായിരുന്നു. അതാ ഭക്തനായ ജോബ് പറഞ്ഞത്, അങ്ങയെക്കുറിച്ച് ഞാനൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. അത്രയും വലിയ മനുഷ്യനെ ഇപ്പം നമ്മളൊക്കെ എന്ത് കേട്ടെന്ന് ആലോചിച്ച്. ജസ്റ്റ് ഒരു കേൾവി, ഇത്രയും വിശുദ്ധം പറയുകയാണ് അല്ലേ. അപ്പം ഇത് ഈ മഹാനുഭവനെ നമ്മളിന്ന് വിളിക്കുന്നതാണ് ഫാദർ, ദൈവപിതാവേന്ന് നമ്മൾ ഇന്ന് വിളിക്കുകയാണ് സന്തോഷത്തോടെ. അപ്പോൾ അവരെ ആത്മബന്ധം ഒന്ന് ദൃഢപ്പെടാൻ വേണ്ടി നിസ്സാരമല്ല വിളി. ഇത് പറയുമ്പോൾ നമ്മുടെ ആ ബന്ധം ദൈവത്തോടുള്ളത് വർദ്ധിക്കും. ഉറങ്ങുകയാണോ അവിടെയൊക്കെ ഇരുന്ന്? മകളെ, നിന്നോട് സംസാരിക്കുന്നവൻ ഞാനെന്നറിഞ്ഞുകൊള്ളുക. അവർ ഉണരാൻ വേണ്ടി പറഞ്ഞ. അപ്പോൾ ഈ നമുക്ക് അല്പം ഒരു 40 വയസ്സൊക്കെ മുകളിലുള്ള ആളുകൾക്ക് ഈ പപ്പ, ഡാഡി, ഫാദർ എന്നൊക്കെ പറയാം, അച്ചാച്ചൻ, അപ്പൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആളിനോട് തുടക്കത്തിലുള്ളൊരു ഫീലിങ്, വിശേഷിച്ച് പുരുഷന്മാർക്ക് അപ്പനെക്കുറിച്ചുള്ളൊരു ധാരണ ഒരു മൊശടനാണെന്നുള്ള. അത് കുറ്റം പറഞ്ഞ പാടില്ല. നമുക്ക് നമ്മുടെ അപ്പനെ പറ്റിയും തോന്നി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെപ്പറ്റിയും തോന്നുന്നത് പപ്പായ്ക്കെന്തോ ഈ കാര്യങ്ങളോ ഇന്നത്തെ കാലത്തെ വല്ലതും കുറിച്ച് പപ്പായ്ക്ക് വല്ലതും അറിയോ? ഒന്നും അറിയത്തില്ലെന്ന് നമ്മളെപ്പറ്റി ഇന്ന് പിള്ളേർ പറയുന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ കണ്ടേ, നമ്മുടെ കുറ്റമല്ലായിരുന്നു. അപ്പനെ ഒന്ന് ഓർത്ത് നോക്കിയേ, സ്കൂളിൽ വന്ന് പ്രോഗ്രസ് കാർഡ് നോക്കിയിട്ട് ഇനി എത്ര മാർക്ക് മേടിച്ചാലും നമുക്കെതിരെ 2 വാക്ക് ഹെഡ് മാസ്റ്ററോട് സംസാരിച്ചിട്ടേ പോവുള്ളൂ. എന്നാ മിടുക്കനാന്ന് പറഞ്ഞാലും, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി എന്ന് പറഞ്ഞാലും കക്ഷിക്ക് വലിയ ആഹ്ലാദമൊന്നുമില്ല. കൊള്ളാം, ഇത്രേ ഉള്ളൂ. അവൻ ജയിച്ചു കേട്ടോ, ജയിച്ചു, ഇത്രേ ഉള്ളൂ. ഒരു തരത്തിൽ ഒരു നിസ്സംഗഭാവം. മാത്രമല്ല, എന്തൊരു കാർക്കശ്യ ബുദ്ധിയോട്ടാണ് വളർത്തിയേ. പന്ത് കളിക്കാനൊക്കത്തില്ല, അങ്ങോട്ട് പോകാനൊക്കത്തില്ല, ഇരിക്കാനൊക്കത്തില്ല, ചിരിക്കാനൊക്കത്തില്ല, ഏതാണ്ടൊരു സ്വഭാവം. പൊതുസ്ഥലത്തൊക്കെ വന്നിട്ട് നമ്മളവിടെ കാണാൻ നിൽക്കുന്ന കണ്ട പന്ത് കളിക്കുന്ന കണ്ടോട്ട് നിന്നാൽ മതി, ചെവിക്ക് ചെയ്തൊരടി, പോടാന്ന്. ആ അടിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴടിക്കും മൂത്ത ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് അടിച്ചിട്ട് അവിടുന്നും പോടാം. ഇങ്ങനെയൊക്കെ നമ്മൾ വളർന്നേ. പൊതുജനസമക്ഷമൊക്കെ ഇട്ട് നമ്മുടെ അഭിമാനം മുഴുവൻ വ്രണപ്പെടുത്തി ക്ഷേതപ്പെടുത്തിയ മനുഷ്യനാ അപ്പൻ. ശരിയല്ലേ? വല്ലാത്ത വിരോധവും തോന്നി. ആകെ ഒരാശ്വാസം അമ്മയാണ്. അന്നേരം അല്ല, അമ്മ പറയും, നീ നന്നാകാൻ വേണ്ടിയല്ലേ പപ്പ അങ്ങനെ ചെയ്തേ. പക്ഷേ ഈ കാലം ഇത്രയും കഴിഞ്ഞ് നിങ്ങളിവിടെ വന്നു, ഞാനിവിടെ വന്നു, നമ്മളിപ്പോൾ പലരെയും പിതാക്കന്മാർ ജീവിച്ചിരിപ്പില്ല. ഇങ്ങനെയൊക്കെ നമ്മളെ തല്ലിയ, സ്കൂളിൽ വന്ന് വഴക്ക് പറഞ്ഞ ഈ അപ്പനെതിരെ എന്തെങ്കിലും ഒരു വിരോധം ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ആ തല്ലും വഴക്കുവാ നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്നത്. അതാ കാരണം. ശരിയല്ലേ? രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ പാസ്സായപ്പോഴൊക്കെ അപ്പൻ സന്തോഷിച്ചില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? വീട്ടിൽ കിടന്ന് ചാടിയില്ലെന്നേ ഉള്ളൂ. കൂട്ടുകാരുടെയും ജോലി സ്ഥലത്തും ചായക്കടയിലൊക്കെ ഇരുന്ന അപ്പൻ അന്തസ്സോടാ പറഞ്ഞേ, മോൻ പാസ്സായ കഥ. അപ്പനങ്ങനെ നമ്മളെ ഇവിടെ പുകഴ്ത്തിയിട്ടില്ല, പുകഴ്ത്തേണ്ടടുത്ത് പുകഴ്ത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ. അതെൻ്റെ മോനാ. ഞാൻ പി എ ക്യാമ്പിൽ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കാം, യൂട്യൂബിൽ കാണും. അത് മാത്രം ആരും എടുത്തിട്ടുണ്ട്. ഗുണപരമായിട്ടും കുഞ്ഞുങ്ങൾ ഇടുന്നുണ്ടല്ലോ, നടക്കട്ടെ. അതിലൊന്ന്, ഈ യാത്രയൊക്കെ ഇങ്ങോട്ട് പോരുമ്പോൾ അമ്മ 100 ഉപദേശമൊക്കെ പറയും, കൂട്ടുകാരും എല്ലാം പറയും. ഒരു ഉപദേശവും പറയാത്ത ഒരാളാണ് അപ്പൻ. പ്രത്യേകിച്ചൊന്നും പറയില്ല, ഒരു നിസ്സംഗഭാവം. ഒഴുക്കം എയർപോർട്ടിൽ വന്നു, നിങ്ങൾ പോരുക ഇങ്ങോട്ട്. അപ്പോൾ എന്തു പറയും, അമ്മയോട് എന്തു പറയും,
അവനെ കരഞ്ഞൊന്നും യാത്രയാക്കല്ലേ, കുഞ്ഞ് നല്ല കാര്യത്തിന് പൊക്കോ. ചേച്ചി എല്ലാവരും നിൽക്കുകയാണ്, നമുക്കും ദുഃഖം. അവിടെ കരയാതെ നിൽക്കുന്ന ഒരാളെ ഉള്ളാരാ, അപ്പൻ. നിങ്ങളങ്ങനെ കൈയൊക്കെ കാണിച്ച് ആ ലാസ്റ്റ് കൗണ്ടറും കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കണം. ആരും കാണാതെ ഒരു തുള്ളി കണ്ണീര് തുടയ്ക്കും. ഇതാണ് അപ്പൻ. ആ ഒരു തുള്ളി കണ്ണീരിൽ ഒരു പുരുഷായുസിൻ്റെ മുഴുവൻ അധ്വാനം. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന അപ്പൻ അന്ന് കഴിച്ചിട്ടില്ല. കൊടുക്കുമ്പോഴൊക്കെ വേണ്ടെന്ന് പറയും, വിശപ്പില്ല. അങ്ങേയറ്റം പോയാൽ പഞ്ചസാര ചേർക്കാത്തൊരു ചായയോ കോഫിയോ മതി. നിങ്ങൾ പോയാൽ പിന്നെ അപ്പൻ ഉറങ്ങിയിട്ടില്ല. നിങ്ങളുടെ ഓരോ കത്തും വായിക്കുമ്പോൾ നിങ്ങളെ കാണുക അതിലൂടെ. അധിക സംഭാഷണമൊന്നുമില്ല. ഈ മനുഷ്യനെ നമ്മൾ ഇത്രയും നാളും മോശടനാന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ. സ്വർഗസ്ഥ പിതാവ് ഇങ്ങനെ ആയിരുന്നെന്ന്. ഉലകം മുഴുവൻ അവനെ അറിയാതെ മാറി നിന്നപ്പോൾ നമുക്ക് സ്വർഗസ്ഥ പിതാവിനെ ഇന്ന് മനസ്സിലായി അങ്ങനെ അല്ലെന്ന്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അത് മനസ്സിലാകാൻ ഞാനൊരു അല്പം കൂടെ എക്സ്പ്ലനേഷൻ പറയണം. നമ്മൾ പറഞ്ഞല്ലോ ഒത്തിരി മോശടത്തര അപ്പനുണ്ടെന്ന്. അപ്പം അത്തരം അപ്പന്മാരെ തേടി ദൂരോട്ട് പോകണ്ട, ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഫ്രണ്ട് റോയിൽ. എത്ര വാസായാലെന്നാ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ എല്ലാം കയ്യിൽ. അച്ഛൻ ഈ പിള്ളേരെല്ലാം വളർത്തി തിരിയാനൊക്കത്തില്ല, അനങ്ങാനൊക്കത്തില്ല, ചിരിക്കാനൊക്കത്തില്ല, അടി വഴക്ക്. ഉദ്ദേശിമാരെ മക്കളൊക്കെ അനുഭവിച്ച് എന്താ പേടിച്ച് കുഞ്ഞുങ്ങൾ വരിക. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മളുടെ മകന് ഒരു മകനോ മകളോ ഉണ്ടായി, കൊച്ചുമോൻ. അപ്പനെ ആകെ മാറ്റി. ഇപ്പം അവനാ തീരുമാനിക്കുന്നത് വലിയ പപ്പ എന്തോ കഴിക്കണം, ഏത് ഉടുപ്പിടണം, എങ്ങനെയൊക്കെ പോകണം. ആ കൊച്ചു പിള്ളേരല്ലേ തീരുമാനിക്കുന്നത്. ഭയങ്കര വൃത്തിയുള്ള അപ്പൻ. പെൺപിള്ളേരൊക്കെ ഗ്ലാസ്സിൽ ചായ കൊടുക്കുമ്പോൾ അതിൽ വൃത്തിയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ട് എടുത്തുകൊണ്ട് പോകാനൊക്കെ പറഞ്ഞ അപ്പനെ ആ കൊച്ചുമോൻ ഇങ്ങോട്ട് വന്നിട്ട് നിലത്തിട്ട് ചവിട്ടിയ സ്വീറ്റ്സ് വല്യപ്പൻ്റെ വായിലോട്ട് വെച്ച് കൊടുത്തിട്ട് പറയാ തിന്നാട്ടെ എന്ന്. ഒരു കുഴപ്പമില്ല, തിന്നുന്ന കക്ഷികളാണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്കൊരത്ഭുതം, ഈ അപ്പനെങ്ങനെ മാറിയെന്ന്. അപ്പം മാറിയെന്നാ കാര്യം എന്നറിയോ? എൻ്റെ മകൻ കൊടുക്കുമ്പോഴൊക്കെ എൻ്റെ അപ്പൻ ഓർമ്മ വരുന്നത് എന്നെയാണ്. എന്നെ വഴക്ക് പറഞ്ഞത്, തല്ലിയത്. അന്ന് മുതൽ അപ്പൻ്റെ ഹൃദയം വേദനയാണ്. നമ്മളെ അടിച്ച രാത്രിയിലൊന്നും അപ്പനും ഉറങ്ങിയിട്ടില്ല. അത് അപ്പൻ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളിത്. നമ്മൾ പറയില്ല അവനെ ഒന്നും കൊടുക്കരുത് കഴിക്കാനെന്ന്. അന്ന് അപ്പനും കഴിച്ചിട്ടില്ല. അപ്പൻ്റെ ഈഗോ അതിനനുവദിച്ചില്ല നമുക്ക് തരാനും. പുള്ളിയും കഴിച്ചില്ല. കുഞ്ഞു വന്നപ്പോൾ ഇതൊക്കെ മാറിയെന്താണെന്ന് അറിയണ്ടേ. മക്കൾ അന്തരീക്ഷമാകെ മാറ്റിയതുപോലെ ഈ ദൈവകുടുംബത്തിൽ നമുക്കും കിട്ടി ഇതുപോലൊരു അനുഭവം. തൻ്റെ ഏകജാതനായ പുത്രൻ നിമിത്തം പിതാവുമായുള്ള ബന്ധം ദൃഢപ്പെട്ടു വന്നപ്പോൾ ഇന്നലെ വരെ ഭയന്ന് നമ്മൾ കണ്ടവനെ ഇന്ന് വിളിക്കുക അബ്ബാ പിതാവേ. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ദൈവകുടുംബത്തിൽ ജനിച്ചവനെ അറിയത്തുള്ളൂ അതിൻ്റെ ശ്രേഷ്ഠത. ദൂരെ നിന്ന് കാണുന്നവനെ യഹോവ ക്രൂരനോ ഭീകരനോ ഒക്കെ ആയിട്ട് തോന്നും. നമുക്കങ്ങനെ തോന്നാത്ത എന്തുണ്ടാ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ആ ദൈവത്തെ ഒന്ന് ആസ്വദിച്ച് വേണം ദൈവമക്കൾ ഇവിടെ ഇരിക്കാൻ. ആ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റില്ല, പഠിച്ചിട്ട് കാര്യമില്ല. ആസ്വദിച്ചറിയണം, അനുഭവിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്രം. മോസസ് അനുഭവിച്ചു. ചെറിയ ഇൻട്രൊഡക്ഷനേ ദൈവം കൊടുത്തുള്ളൂ. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇതേ കാര്യം നമ്മുടെ പൗലൂസും ചോദിച്ചു. ആരോടാ? അടി കെട്ടി വീണപ്പോൾ ചോദിച്ചില്ലേ, നീ ആരാകുന്നു കർത്താവേ? ചീസ് എയ് കുറിയേ, അങ്ങനെ ഗ്രീക്കിൽ കിടക്കുന്നത്. നീ ആരാണ് കർത്താവേ? ഒരു കാരണമുണ്ടേ.
നമ്മളീ പൗലോസ് വലിയ പണ്ഡിതനാന്നൊക്കെ പറയുമെങ്കിലും ഒരു കുഴപ്പം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു കലാപരിപാടി കാണാം. പോലീസ് ഒരു സമരമൊക്കെ നടക്കുമ്പോൾ കുട്ടികൾ പറയും പിരിഞ്ഞു പോകണം, നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. എങ്കിലും ഇവന്മാർ കയറി കെട്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ രക്ഷയില്ലാതെ വരുമ്പോൾ ആക്ഷൻ, അടിയങ്ങ് തുടങ്ങുക. പോലീസ് അടിച്ചാൽ കേസൊന്നുമില്ല. ഇപ്പോഴത്തെ പോലീസുകാർക്കൊക്കെ എതിരെ വരിക, അന്ന് വില പോവുകയില്ല. എന്താ കാരണം? അവർക്ക് ക്വാസി ജുഡീഷ്യൽ ഇമ്മ്യൂണിറ്റി. നിങ്ങളോട് പിണങ്ങി അടിച്ചതല്ല, നിങ്ങളത് അന്നേരം തന്നില്ലെങ്കിൽ അതിലും വലിയ കലാപം ഉണ്ടാക്കാതിരിക്കാൻ ഒരു ചെറിയ അടി. പോലീസ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റാണ്, സ്റ്റേറ്റിന് വേണ്ടി അടിച്ച്, പര്യായം കൊണ്ട് അടിച്ചല്ല. പിന്നെ അന്നേരം ഒരു വിഷമമൊക്കെ ഉണ്ടാകാതിരിക്കാൻ കോട്ടയത്തെ പോലീസിനെ എടുത്ത് തൃശ്ശൂരേക്ക് വിടും. എന്തിനാണെന്നറിയോ? കോട്ടയത്തിരുന്ന് ഇയാൾ അടിച്ചങ്ങ് ബോറടിച്ചു, ഇനി തൃശ്ശൂർ പോയി 2 പെരുക്ക് പോകാനെന്ന് വിടുന്ന, അല്ലാതെ അത് ശിക്ഷയൊന്നും അല്ല. ഇത് പറഞ്ഞു വന്ന വേറൊരു കാര്യം പറയാനാ. ഈ അടി ഇങ്ങോട്ട് കിട്ടുമ്പോൾ അടി കൊണ്ട പയ്യൻ നിന്നോട്ട് തിരിഞ്ഞു ചോദിക്കുമോ, ഇതൊക്കെയാണല്ലോ സാറിൻ്റെ പേരെന്തോ സാറേ, ഏത് വർഷമാണ് സർവീസിൽ കയറിയത് ചോദിക്കുമോ? ഇല്ല. അല്ല, ഒന്നാം തരം അടി കിട്ടിയപ്പോൾ അവിടെ ശൈലി ചോദിക്കുക, സാറിൻ്റെ പേരെന്നാണ്, സാർ ആരാണ്? ഇതാ ഞാൻ പറഞ്ഞേ. അടിച്ച് കണ്ണിൻ്റെ ഫ്യൂസ് കളഞ്ഞു, അടി കിട്ടി നിൽക്കുകയും ചോദിക്കുക, ചീസ് ഏയ് കുരിയേ നീ ആരാകുന്നു കർത്താവേ. അടിയുടെ ആക്കം ഇതുപോലത്തെ അടി ആശങ്ക ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. വിളിച്ച പേര് കേട്ടോ, നീ ആരാകുന്നു കർത്താവേ. അതിൻ്റെ കാരണം അറിയോ? നമുക്കൊക്കെ 2 പേര് കാണും മിക്കവാറും. വീട്ടിലൊരു പേര് അല്ലേ, വാത്സല്യത്തോടെ വിളിക്കുന്ന. ഈ നമ്മുടെ വീട്ടിലാ വിളിക്കുന്ന പേര് നമ്മുടെ അയൽവക്കത്തു നിന്നുള്ള കൂട്ടുകാരൻ സ്കൂളിൽ ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിരോധമാണ്. ഒന്നും വിളിക്കരുത്, വീട്ടിൽ വിളിച്ചാൽ മതി. സ്കൂളിലാരും നമ്മുടെ ഒഫീഷ്യൽ പേരറിയണം. ചില കൂട്ടുകാരന്മാർ ഈ 2 പേരിനും പുറമെ നമുക്കൊരു പേരങ്ങിടും. തല്ലിയിട്ടൊന്നും കാര്യമില്ല. ഇനി എന്നാ സാറിനോട് പറഞ്ഞിട്ടോ അതായിപ്പോയി പേര്. ഒറിജിനൽ പേര് നമ്മൾ തന്നെ മറന്നു പോകും. എന്നാലും അവനെ കാണുമ്പോൾ അങ്ങ് വെറുപ്പ്. ഇതെല്ലാം കഴിഞ്ഞ് കാലം ഒത്തിരി കഴിഞ്ഞ് നിങ്ങൾ ഫിലാഡൽഫിയയിലെ ഈ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ആ പഴയ പേരൊരുത്തം വിളിച്ചൊന്ന് കൂട്ടിക്കൂ, പിണക്കം തോന്നുമോ? കാരണം അവൻ്റെ ഹൃദയത്തിലെ വാത്സല്യം കൊണ്ട് അവൻ എന്നും നിങ്ങൾ ആ വീട്ടിലെ പേരാ. ഇത് പറഞ്ഞെന്തിനാണെന്നറിയണ്ടേ? നമ്മുടെ ശൗലിൻ്റെ പേര് യഥാർത്ഥത്തിൽ പൗലൂസ് എന്നാണ്. ശൗലെന്ന് വീട്ടിലെ പേരാ. പക്ഷെ കുറേ നാളായിട്ട് ഈ ശൗലെന്നാരും വിളിക്കാറില്ല. കാരണം ഇത്രയും ന്യായപ്രമാണം പഠിച്ച സ്ഥിതിക്ക് ബഹുമാനം നിമിത്തം റബീ എന്നാണ് വിളിക്കുക. മറുവശത്ത് റോമക്കാർ ഔദ്യോഗികമായി വിളിക്കുന്ന പേര് പൗലോസ് എന്നാണ്. ഒന്നീ റബി അല്ലേ പൗലോസ്. ഇത് രണ്ടും അല്ലാത്തൊരു വിളി ശൗലേൻ. ശൗലേ ശൗലേ എന്ന് വിളിച്ചപ്പോൾ ആളൊന്ന് നടുങ്ങി. എന്നെ കയറി അങ്ങനെ പച്ചയ്ക്ക് ശൗലേ എന്ന് വിളിക്കണമെങ്കിലേ ഒന്നീ റബി എന്ന് വിളിക്കണം, അല്ലെ ഒഫീഷ്യലി വിളിക്കണം. എന്താ? അപ്പോഴേ മനസ്സിലായി എൻ്റെ മീതെ അധികാരമുള്ള ഒരാളായോണ്ടാ ഇങ്ങനെ കയറി അങ്ങ് വിളിക്കുന്നതെന്ന്. ഹല്ലേലൂയ. കയറിയൊരു വിളി. നമ്മുടെ നാട്ടിൽ ജയകുമാർ സാറെന്ന് പറഞ്ഞൊരു IAS ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ മലയാളത്തിലൊരു നടൻ ജഗദീഷ് ശ്രീകുമാർ അവിടെ ഇരിക്കുന്നു. ജയകുമാർ സാർ പോയി ഡാ ഇലേ വരാൻ പറഞ്ഞു. ഈ സെക്യൂരിറ്റി എല്ലാം പെട്ടെന്ന് ഇദ്ദേഹത്തെ കാണുക. കാരണം ഇവർ ക്ലാസ്മേറ്റ്സാണ്. IAS ആണോ IPS ആണോ മന്ത്രിയാണോ ഇത് വിഷയമാണോ? വിഷയമല്ല. ഗവൺമെൻറ്റുകൾക്ക് തമ്മിൽ പ്രോട്ടോക്കോളുണ്ട്, നിങ്ങൾക്കറിയാതെല്ലാം. ആ പ്രോട്ടോക്കോൾ പാലിക്കാൻ ഉദ്യോഗസ്ഥരുണ്ട്. നിങ്ങൾ കേട്ടുകയാണ് ഒമാനിലെ രാജാവ് സാധാരണഗതിയിൽ ലോകത്തിൽ ഒരു പ്രസിഡന്റ് എന്നാലും ഇറങ്ങി വരില്ല. അതിന് വേറെയാ സംവിധാനം. നമ്മുടെ ശങ്കർദയാൽ ശർമ്മ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ചെല്ലുമ്പോൾ ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തെ പോയി സ്വീകരിച്ചു കൊണ്ടുവന്ന് ഈ കാറിലോട്ട് കയറ്റിയിട്ട് ഡ്രൈവറെ പുറത്തിറക്കി സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാ. അങ്ങോട്ട് എത്തിച്ചു. ഈ സൗഹൃദമെല്ലാം കഴിഞ്ഞ് പത്രക്കാർ ചോദിച്ചു പറയാ, പൂനെയിൽ എൻ്റെ പ്രൊഫസറായിരുന്നു, എൻ്റെ സാറിന് ഇതിപ്പര ഒരു ഗുരുദക്ഷിണ കൊടുക്കാൻ പറ്റുമോ? ചിലതരം ബന്ധങ്ങൾ പ്രോട്ടോക്കോളിനപ്പുറത്താണെന്ന്.
പ്രോട്ടോകോൾ പാലിച്ച് ദൈവത്തെ വാഴ്ത്തിയ പ്രാർത്ഥിച്ച അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബുമാരെ വിട്ട് ആത്മാർത്ഥയുടെ ബന്ധം നമുക്ക് തുറന്നു തന്നത് നസ്രയനായ യേശുവാണ്. ഹല്ലേലൂയ. പിടികിട്ടിയോ? 10,000 പോലീസിൻ്റെ സല്യൂട്ടടിയേക്കാൾ ശ്രേഷ്ഠകരമാ ശങ്കർദയാൽ ശർമ്മയെ ഇപ്പം കിട്ടിയ ഈ സ്വീകരണം. മനസ്സിലായോ? ഇതാ പുതിയ നിയമത്തിൻ്റെ ആരാധന എന്നാണ് പറഞ്ഞു വന്നത്. ഹൃദയത്തിൽ തട്ടിയുള്ള ആരാധന. മറ്റേ ദൂരത്തുനിന്ന് കണ്ട് അഭിവന്ദിച്ചു. പൗലോസ് ചോദിക്കുക, നീ ആരാ? കർത്താവ് വലിയ മറുപടി ഒന്നും പറഞ്ഞില്ല. ശരിയൊരു മറുപടി. എന്താ പറഞ്ഞേ? സത്യത്തിൽ നസ്രായനായ യേശു എന്നേലും പറയണ്ട, സിമ്പിളൊരു മറുപടി. അർത്ഥം എന്താണെന്നറിയണ്ടേ? ഇനി നീ കണ്ടെത്തിക്കൊള്ളണം ആജീവനാന്തം ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും പ്രകാശനവും എക്സ്പ്ലനേഷൻ എല്ലാം നിൻ്റെ ഈ തന്നിരിക്കുക. അതിൻ്റെ പേരാ പ്രീച്ചിങ് ഓഫ് ഗോസ്പൽ. ഞാൻ ആരാണെന്ന് ഉലകത്തോട് പറയാൻ ചുമതലപ്പെടുത്തിയ മാനപാത്രമാ നീ. അത് നിൻ്റെ ഡ്യൂട്ടിയാ എന്നെക്കുറിച്ച് പറയേണ്ടത്. ഓരോ സ്ഥലങ്ങളിൽ ആ വെളിപ്പാട് ഞാനിങ്ങനെ തന്നുകൊണ്ടിരിക്കും, ഞാൻ ആരാണെന്ന്. ഇതേ വെളിപ്പാട് മോശയ്ക്ക് കിട്ടുക. ഓൾഡ് ടെസ്റ്റമെന്റിൽ യാഹ്വേ എന്ന് വിളിച്ച ദൈവം. ഇനി ആ ദൈവത്തെക്കുറിച്ച് നമ്മളറിയുന്ന ചില കാര്യങ്ങൾ പറയാം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം എന്ന് വച്ചാൽ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് നമുക്കെല്ലാം അറിയാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള നമ്മൾ ഉപയോഗിക്കുന്നൊരു പദമാണ് ട്രിയൂണിറ്റി. ട്രിയൂണിറ്റിയാണ് കറക്റ്റ്. പക്ഷെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ മതി. ട്രിയൂണിറ്റി എന്ന് കേൾക്കുമ്പോഴോ ട്രിനിറ്റി എന്ന് കേൾക്കുമ്പോഴോ ആളുകൾ എടുത്തു ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ പദം ബൈബിളിലുണ്ടോ? ബൈബിളിലുണ്ടോ? ഇല്ല. ആ പദം ബൈബിളിലുണ്ടെന്ന് നമുക്കും ഷാഡ്യൊന്നുമില്ല. കാരണം ആ പദം പിന്നെ വന്നാണ്. പക്ഷെ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. അത് ബൈബിളിലുണ്ടോ? അത് തന്നെ ട്രിനിറ്റി. ഇനി നിങ്ങൾക്ക് ട്രിനിറ്റി എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അത്രയും നല്ലതാണ് അത്. പക്ഷെ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മളതിൻ്റെ ഷോർട്ട് ഫോമിൽ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ട്രിയൂണിറ്റി. അതിന് നമുക്ക് ചില ബൈബിളിൻ്റെ പിന്തുണയുണ്ട്. കാരണം ഞാൻ ആളോട് ചോദിക്കാറുണ്ട്, ബൈബിളെന്ന് എഴുതിയിട്ടില്ല. അതിനടുത്തും പറഞ്ഞ് ബിബ്ലോസ് എന്നൊക്കെ ഉണ്ടല്ലോ, അത് കോമൺ പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്ന ചുരുളുകൾ എന്നൊക്കെ പറയാം, ബിബ്ലോസ്. ഈ പുസ്തകത്തെ ബൈബിളെന്ന് വിളിക്കണമെന്നുണ്ടോ? അങ്ങനെ എഴുതിയിട്ടില്ല. ഇത് പിൽക്കാലത്ത് വന്നാണ്. 1362 1362 ഇംഗ്ലണ്ടിലെ ജോൺ വിക്ലിഫാണ്. 1632 1632 ജോൺ വിക്ലിഫാണ് ഈ പുസ്തകത്തെ ആദ്യം വിളിക്കുന്നത് ബൈബിൾ. അതുവരെ അങ്ങനെ പേരില്ല. ആ പേരങ്ങനെ വന്നു. ക്രൈസ്തവ സഭ അത് സ്വീകരിച്ചു. കാരണം സ്വീകരിക്കുന്നത് തെറ്റില്ല, ഇന്ന് എല്ലാവരും അങ്ങനെ പറയുക. ഇനി അടുത്തത്, ദൈവം സർവവ്യാപിയാണെന്ന് നമുക്കറിയാം, ഓംനി പ്രസൻസ്. പക്ഷെ ഓംനി പ്രസൻസ് എന്നൊരു വേർഡ് ബൈബിളിലില്ല, സർവവ്യാപി എന്ന് മലയാളത്തിലില്ല. അങ്ങനെ പറയുമ്പോൾ അവർ പറയും, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ ഉഷസിൻ ചിറക് ധരിച്ച്. അത് തന്നെയാ സർവ്വവ്യാപി, സംശയമില്ല. അതിന് സർവ്വവ്യാപി എന്ന് എടുത്ത് പറയണ്ടെന്നേ. ഇതുപോലെയാണ് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 18 ഓൺവേർഡ്സ് നമുക്ക് ഈ പദം കൃത്യം കാണാം. ഇനി പലരും ഈ ട്രിനിറ്റി തെറ്റായി പഠിച്ചു വച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ വഞ്ചിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് പോകാറുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയം അത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിന് ഞാൻ ഇന്ന് പറയാം. ചിലർ പറയും ഇത് സങ്കീർണമാണ്, മനസ്സിലാകുന്നില്ല. നമുക്ക് മനസ്സിലാകാത്ത എത്രയോ കാര്യങ്ങൾ ബൈബിളിലുണ്ട്. മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ബൈബിളിൽ. നരകം, സ്വർഗം, പുനരാഗമനം, ഇതെല്ലാം സൂപ്പർ നാച്ചുറൽ ടോപ്പിക്സ് തന്നെയാണ്. ട്രിനിറ്റി മാത്രമല്ല. അത് വെളിപ്പാടിനാലും
നിരന്തര പരിചയത്താലും പ്രാർത്ഥനയാലുമാണ് നമ്മളിതെല്ലാം അറിഞ്ഞ് ഉറപ്പോടെ വിശ്വസിക്കുന്നത്. ഇതുപോലെ ഗ്രഹിക്കാൻ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ്. അതിനു വേണ്ടിയുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണ്. അത് കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് നിസാരമായ ഒന്ന് എളുപ്പം ഇതാണ് മനസ്സിലാകുമെന്ന് പറഞ്ഞ് പോയാൽ നിങ്ങൾ ചെല്ലുന്നത് ഹെറിറ്റിക്കൽ ടീച്ചിങ്ങിലാണ്, കൾട്ടിലേക്കൊക്കെ ചെന്നുകൊണ്ടും. എന്താ പറയുന്നത്? പഠിക്കണം. സന്തോഷമാണോ? ഒരിക്കൽ എന്നൊരാൾ പറഞ്ഞു, ഈ ക്ലാസ്സൊക്കെ ഒരു ഉന്മേഷം വരെ ഇടയ്ക്കിടയ്ക്ക് അവരെ കൊണ്ടൊരു ഹല്ലേലൂയ പറയിപ്പിക്കണം, ഉറക്കം മാറാൻ. ഇത് ഉറങ്ങുന്നവൻ പറയേണ്ട പദമല്ല ഹല്ലേലൂയ, ഉറക്കം മാറാനും പറയേണ്ട പദമല്ല ഹല്ലേലൂയ. ഉണർന്നിരിക്കുന്നവൻ ആത്മാർത്ഥതയോടെ പറയേണ്ട ഒരു കാര്യമാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ഒരു കാര്യം പറഞ്ഞത്, ക്ലാസ് ആയതുകൊണ്ട് ഒരു സെലക്റ്റഡ് ഫ്യൂ പീപ്പിൾസിനെ പ്രതീക്ഷിച്ച്, കാരണം അവർ പഠിക്കാൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ജാഗ്രത നിങ്ങൾക്കുള്ളതിൽ സന്തോഷം. നിങ്ങൾ ഉറങ്ങുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല, കേട്ടിരിപ്പുണ്ട്, സന്തോഷമാണ്. എങ്കിലിവിടെ അറ്റൻറ്റീവ് ആയിരിക്കണം കാര്യങ്ങളിൽ. ഏതായാലും ഇതിൽ അല്പം സങ്കീർണമാണ്, ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. അപ്പോൾ ഇത് സംബന്ധിച്ച് 2 തരം ക്രിറ്റിസിസം ഉണ്ട്. ഒന്ന് ലെഫ്റ്റ് സൈഡ് ക്രിറ്റിസിസം, 2 റൈറ്റ് സൈഡ് ക്രിറ്റിസിസം. കേൾക്കുന്ന പോലെ വലിയ സംഭവമൊന്നുമില്ല, ഈസിയാണ്. പിന്നെ പഠിക്കുമ്പോൾ ഒരു കാര്യത്തിൻ്റെ ഒരു ഓർഡറിൽ പഠിക്കണ്ടേ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് ഹൈഡ്രജൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 1 ആറ്റവും എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും ദാഹം മാറും കുടിച്ചാൽ. ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ അത്ഭുതം വർദ്ധിക്കും. കാരണം ഒന്നിൻ്റെ വില മുകളിലോട്ട്, ഒന്നിൻ്റെ വില താഴോട്ട്, ഒന്നിന് നിറമില്ല, അടുത്തതിന് നിറമുണ്ട്, അടുത്തതിൻ്റെ ഒന്ന് സ്ഫോടനാത്മകമാണ്, മറ്റൊന്ന് കത്തിക്കുന്നതാണ്. ഇത് രണ്ടും കൂടെ കൂടിയപ്പോൾ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ദാഹം ശമിപ്പിക്കുന്ന വെള്ളം. അത് തന്നെ ഒരു അത്ഭുതമല്ലേ? ദൈവസൃഷ്ടിയുടെ ഏറ്റവും വലിയ മാഹാത്മ്യമാണതല്ലേ. സ്ഫോടനം ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ, കത്തിക്കുന്ന ഓക്സിജൻ, ഇത് രണ്ടും കൂടെ തുല്യമായ അനുപാതത്തിൽ കൂട്ടിയോജിപ്പിച്ച ആ കെമിസ്റ്റിൻ്റെ പേരാണ് ദൈവം. ഹല്ലേലൂയ. എന്നിട്ട് പറയാം കുടിച്ച് ദാഹം തീർത്തോളാൻ. വേറെ ആർക്കും പറ്റില്ല ഇത്രയും മാരകമായ വസ്തുക്കളെ ചേർത്ത് ഗുണപരമായ ഒരു കോമ്പോസിഷൻ ഇങ്ങനെ തയ്യാറാക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. അതിന് അങ്ങനെ ഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷം ഉണ്ടല്ലേ, അതിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ലെഫ്റ്റ് സൈഡ് ക്രിറ്റിസിസം, റൈറ്റ് സൈഡ് ക്രിറ്റിസിസം. ലെഫ്റ്റ് സൈഡ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി, കുറേ പേര് ഇടതുവശത്ത് നിന്ന് ക്രിറ്റിസൈസ് ചെയ്യുക, കുറേ പേര് നമ്മുടെ വലതുവശത്ത്. അങ്ങനെയാണോ? അങ്ങനെയല്ല. ലെഫ്റ്റ് സൈഡ് ക്രിറ്റിസത്തെ പറയും നെഗറ്റീവ് ക്രിറ്റിസം, മറ്റേ പറയും പോസിറ്റീവ് ക്രിറ്റിസം ഓർ ക്രിയേറ്റീവ് ക്രിറ്റിസം. ഇത്ര ഉള്ളതിൻ്റെ അർത്ഥം. ഒരു കൂട്ടർ ഈ ബൈബിളിൻ്റെ കൂടെ വരുന്നു, തത്വത്തിൽ അവർ ബൈബിളിൻ്റെ ഫോളോവേഴ്സാണ്, ബട്ട് ദേ ആർ അഗെയിൻസ്റ്റ് ട്രിനിറ്റി. അവരാണ് ഈ റൈറ്റ് സൈഡ്. നമ്മുടെ കൂടെ ഉണ്ട് ആളുകൾ, ബട്ട് അഗെയിൻസ്റ്റ് us. അവരെ ജനറലി വിളിക്കാന്നൊരു പേരുണ്ട് യൂണിറ്റേറിയൻസ്. അർത്ഥാൽ യഹോവയുടെ സാക്ഷികൾ, നമ്മുടെ ഓണസ് പെൻറ്റക്കോസ്റ്റൽസ്, ഇവിടെയൊക്കെ കണ്ടേക്കാം. ഓണസ് പെൻറ്റക്കോസ്റ്റൽസ്, യഹോവയുടെ സാക്ഷികൾ, ക്രിസ്ത്യാഡൽഫിയൻസ് എന്നൊരു ഗ്രൂപ്പുണ്ട്. ഇവിടെ കാണും, ഇവിടെ തന്നെ ഉണ്ടായതാണ്, അമേരിക്കയിൽ, കാലിഫോർണിയയിലാണ്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട 3 ഗ്രൂപ്പുകളാണ്. ദേ ആർ അഗെയിൻസ്റ്റ് ട്രിനിറ്റി. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക സഹോദരന്മാരാണ്. അവരും ട്രിനിറ്റിക്ക് എതിരാണ്. അപ്പോൾ ഈ 2 കൂട്ടരോട് 2 തരത്തിലാണ് നമ്മുടെ പ്രതികരണം. കാരണം 2 പേരും ആർഗ്യുമെൻറ്റ്സ് വ്യത്യസ്തമായി ഉണ്ടാകും. ആർഗ്യുമെൻറ്റ്സിനെയാണ് നേരിടേണ്ടത്. അപ്പോൾ അതിൽ ഈ ഓണസ് പെൻറ്റക്കോസ്റ്റൽസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്ന രസകരമാണ്. 1914 നമ്മളുടെ ഈ US തന്നെ ഒത്തിരി നമുക്ക് പറയാൻ പരിമിതി ഉണ്ടല്ലോ. നമ്മുടെ സഹോദരങ്ങളാണല്ലോ അവർ, പെണ്ണം കണ്ടവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല. അസംബ്ലി സ്കൂളിൽ ഒരു ബൈബിൾ സ്റ്റഡി വീക്ക് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുറേ ആളുകൾ ബാപ്റ്റിസം നടത്തേണ്ടത് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിലായിരിക്കണം എന്നൊരു ഫൈൻഡിങ്സിലേക്ക് എത്തി. ചർച്ച അങ്ങനായി.
ചർച്ചയ്ക്ക് കാരണം 1914 ഒരു ഏപ്രിൽ മാസത്തിൻ്റെ 1-ാം തീയതി ഒരു സഹോദരിക്ക് ഒരു റെവലേഷൻ ഉണ്ടാകുന്നു. നമ്മുടെയൊക്കെ സ്നാനം തെറ്റിപ്പോയി. നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെട്ടത്. നമുക്ക് ഇനിമേൽ എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ. എന്നാണ്ട് ഡേറ്റ് മറക്കരുത്. വേൾഡ് വാർ അന്നുമാണ് തുടങ്ങുന്നത്. അല്ല, ആ കാലത്താണ്. 1914 ഏപ്രിൽ 1. ഈ ഏപ്രിലൊന്നും നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. പറയേണ്ട കാര്യമൊന്നും. അന്ന് തന്നെയാണ് ആ വെളിപ്പാടും വന്നത്. ഏപ്രിൽ 1 ഒരു സ്ത്രീക്ക് കിട്ടിയ വെളിപ്പാടാണ് ഇങ്ങനെ ചെയ്യണം. ഇത് ഏറ്റെടുത്തുകൊണ്ട് 15-ാം തീയതി ഗ്ലൻ എന്ന ഒരു സായിപ്പ് ഇവാർട്ട് എന്ന് പറഞ്ഞ തൻ്റെ കൂട്ടുകാരനെ സ്നാനപ്പെടുത്തി. അയാൾ മുങ്ങി എഴുന്നേറ്റിട്ട് ഇവാർട്ടിനെ തിരിച്ച് സ്നാനപ്പെടുത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഏപ്രിൽ 1 തുടങ്ങിയാൽ പിന്നെ ഇത് ചെയ്തില്ലേ അത്ഭുതമുള്ളൂ. നമ്മുടെ പല പ്രതിഷ്ഠയും തീരുമാനം ഏപ്രിൽ 1 എടുത്തതെന്നൊന്ന് പരിശോധിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ, അവരുടെ പഠിപ്പിക്കലനുസരിച്ച് ഇനി ഇവർ അങ്ങോട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നതിന് മുമ്പ് എന്താണ് ഇവരുടെ ഈ ക്രിറ്റിസിസത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെന്ന് പറയാം. ഇതിൽ 2 കാര്യങ്ങൾ വരും. ക്രിറ്റിസിസത്തിൽ ഉയർന്നു നിൽക്കുന്ന 2 പ്രധാന വിഷയം. അത്രയും ലളിതമാണ് ക്രിറ്റിസിസം എന്ന് വെച്ചാൽ, God the Father, Son and Holy Spirit. A problem of arithmetic and a problem of interrelations. ഈ 2 ഇഷ്യൂസ് പരിഹരിച്ചാൽ പ്രശ്നം തീർന്നു. ഒരുത്തൻ ഒന്ന് പരിഹരിക്കും, അത് ശരിയാക്കി വെക്കുമ്പോൾ ഇപ്പുറത്ത് പോവും. ഇവിടം പരിഹരിക്കുന്നവൻ ഇപ്പുറത്ത് പോവും, ഇവിടം പരിഹരിക്കാൻ ശ്രമിക്കുന്നവൻ ഇപ്പുറത്ത് പോവും. അപ്പോൾ നമ്മളിവിടെ പറ്റിപ്പോകുന്നൊരു കാര്യം, ഈ കക്ഷികളാദ്യം വന്ന് തൊടുന്നത് പ്രോബ്ലം ഓഫ് അരിത്തമറ്റിക്കിലാണ്. ഗണിത പ്രശ്നം. പിതാവ് ഒരാൾ, പുത്രൻ മറ്റൊരാൾ, പരിശുദ്ധാത്മാവ് മറ്റൊരാൾ. അപ്പോൾ 3 ദൈവം ഉണ്ടോ? അവിടെ ട്രിനിറ്റേറിയന്മാർ ഒരല്പം വീക്കാകുന്നത് പോലെ ഒരു പ്രതീതി ഉണ്ടാവും. അങ്ങനെ ഗോളടിച്ചവർ നിൽക്കും. പക്ഷെ പ്രശ്നം ഇൻ്റർറിലേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ മറ്റേ കക്ഷികൾക്ക് ഒരിക്കലും സാധിക്കില്ല. മനസ്സിലായോ പറഞ്ഞേ? അതിലേക്ക് വരാം. ഇൻ്റർറിലേഷൻസ് മനസ്സിലായോ? പിതാവ് ആര്, പുത്രൻ ആര്, പരിശുദ്ധാത്മാവ് ആര്, ഇവർ പരസ്പരമാര്, ഇത് ഒരാളാണോ? ട്രിനിറ്റിയുടെ വിശ്വാസമനുസരിച്ച് പിതാവ് പുത്രനല്ല, പുത്രൻ പരിശുദ്ധാത്മാവുമല്ല, പരിശുദ്ധാത്മാവും മറ്റ് 2 പേരുമല്ല. പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവല്ല ഇവർ 2 പേരും. ക്രൂശിൽ മരിച്ചത് പിതാവല്ല പുത്രനാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഈ ചെല്ലാനിരിക്കുന്ന ഇടം പിതാവിൻ്റെ ഭവനമാണ്. ഇതാ ട്രിനിറ്റേറിയന്മാരുടെ വിശ്വാസം. പക്ഷെ അറിയാതെ ട്രിനിറ്റേറിയന്മാരിൽ ചിലരും വിശ്വസിച്ച് വച്ചിരിക്കുന്നത് ഇവരുടെ വിശ്വാസമാണ്. പറയുമ്പോൾ ട്രിനിറ്റേറിയനാന്ന് പറഞ്ഞാലും അവർ ചെന്നറിയാതെ പെട്ടുപോകുന്നത് ഇവരുടെ ഫെയ്ത്തിലാണ്. അപ്പോൾ അതെന്തെന്ന് ഞാൻ പറയാം. പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. 3 ഒരുവനാണ്. സൃഷ്ടിക്കുന്നതിൽ പിതാവായി, വീണ്ടെടുക്കുന്നതിൽ പുത്രനായി, സഭാകാലയളവിൽ പരിശുദ്ധാത്മാവായി വന്നു. ഇത് ഇൻകാർണേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പേര് തന്നെ മോഡലിസം എന്നാണ്. മോഡലിസം എന്താ? മോഡലിസം എന്ന് പറഞ്ഞാൽ അറിയണ്ടേ? 3 മോഡ്സ് ഇൻ 1 ഗോഡ്. 3 മോഡ്സ്, MODE, മോഡ്സ്. 3 രൂപങ്ങൾ, 3 ഭാവങ്ങൾ. ഗോഡ്സ് ഓൺ മോഡ്സ് ഇൻ 3 ഹോം ബട്ട് 1 ഗോഡ്. നമ്മൾ പറയുന്നത് 3 ഗോഡ്സ് അല്ല, 3 പേഴ്സൺസ് ഇൻ 1 ഗോഡ്. ഓക്കെ, 3
ത്രീ പേഴ്സൺസ് ഇൻ വൺ ഗോഡ്, അപ്പുറത്ത് പറഞ്ഞ ത്രീ മോഡ്സ് ഇൻ വൺ ഗോഡ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവരുടെ ഈ പ്രശ്നം ഒന്ന് നോക്കാം. ഞങ്ങൾ വലിയ ചർച്ചകൾ, ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിവതും നമ്മൾ ഈ ട്രിനിറ്റി ഉദാഹരണങ്ങൾ വഴി, ഉദാഹരണം വെച്ചാൽ ബിബ്ലിക്കൽ എക്സാമ്പിൾസ് ആകാം, അതിന് പുറമേ നിന്ന് എക്സാമ്പിൾ എടുത്തിട്ട് സൂര്യൻ്റെ ചൂടും വെള്ളത്തിലെ നീരാവിയും അല്ലേ, വെള്ളത്തിനെന്താ കരം, ദ്രാവകം, വാതകവും, പിന്നെ 4 ഫോമുണ്ട് ആക്ച്വലി പുതിയ ഖണ്ഡത്തിൽ. ഞങ്ങൾക്ക് ഒരു അപ്പച്ചൻ പറഞ്ഞു തന്നു, ഞാൻ എൻ്റെ അപ്പന് മകനാണ്, എൻ്റെ മകന് ഞാൻ അപ്പനാണ്. ഇങ്ങനെ ട്രിനിറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അനിയന് ചേട്ടനാണ്, എൻ്റെ ചേട്ടന് ഞാൻ അനിയനാണ്, എൻ്റെ പെങ്ങളെ കെട്ടിയവന് ഞാൻ അളിയനാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. ഇരിയുടെ അവിടെ നിന്ന് പറഞ്ഞു എന്നോട്. പണ്ടത്തെ ബൈബിൾ ക്ലാസ്സൊക്കെ അങ്ങനെയാണല്ലേ, മിണ്ടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ബന്ധവും കണക്കും വെച്ചൊന്നും അല്ലാതെ തെളിയിക്കണ്ടേ. നമ്മുടെ ഒരു ചങ്ങാതിയുടെ അടുത്ത് ഒരു പാസ് പറഞ്ഞു കൊടുത്തെന്ന്, ട്രിനിറ്റി റവർക്ക പോലാന്ന്. അയാൾ അങ്ങനെ പിന്മാറിയെന്നൊക്കെയാണ് കഥ. അത് പോട്ടെ, നാന്ന് പഠിക്കണമല്ലോ, ഗ്രഹിക്കണമല്ലോ. അത് നമുക്ക് ഇവരോട് ചില ചോദ്യം അങ്ങോട്ട് ചോദിച്ചു തുടങ്ങാം, ഇപ്പോൾ എളുപ്പമാകും കാര്യം. പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവെങ്കിൽ നമുക്ക് പറയാമോ, പിതാവേ എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നതിന് പകരം നിൻ്റെ ആത്മാവിനെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പറയാമോ? രണ്ടു ഒന്നാണേ പറയണമല്ലോ. പറയാമോ? മനസ്സിലായില്ല. അവരെ പറഞ്ഞതനുസരിച്ച് എക്സ് തന്നെയാണ് വൈ എങ്കിൽ, വൈ തന്നെയാണ് എക്സ് എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ശരിയാവില്ലേ? ശരിയാവില്ലേ? പക്ഷെ ശരിയാണോ എന്ന് ചോദിച്ചാൽ അവർ മിണ്ടത്തില്ല. ഇനി അടുത്തത് യോഹന്നാൻ 4:5-22 പറയാണ്, എന്നോ അയച്ചവൻ എന്നോട്. ആരെ? യോഹന്നാൻ സ്നാപകനെ അയച്ചവൻ എന്നോട്, യോഹന്നാനോട്. യോഹന്നാൻ അറിയാമല്ലോ തന്നെ അയച്ച ആൾ ആരാണെന്ന്. ആരാ യോഹന്നാനെ അയച്ചേ? ദൈവം അയച്ചിട്ട്, എന്നെ അയച്ചവൻ എന്നോട്, അല്ലെങ്കിൽ ദൈവം എന്നോട്. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ആരിലിറങ്ങും, അതാണ് മശിഹ അല്ലെങ്കിൽ ക്രിസ്തു. എന്നാൽ പിന്നെ എന്നെ അയച്ചവൻ എന്നോട്, ഞാൻ അവിടെ വന്ന് നിൽക്കും, ഞാൻ തന്നെ പ്രാവായിട്ട് വരും, അതാണ് മശിഹ. അങ്ങനെയാണോ പറഞ്ഞേ? എന്നാൽ പിന്നെ ഇത് വല്ലതും ചെയ്യേണ്ട കാര്യമുണ്ടോ? മനസ്സിലാവുന്ന നിങ്ങൾക്ക്? ഇതിൽ അബദ്ധം പിടിയിട്ടിയോ? ലോജിക്കലിയുള്ള ഫാലസി എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനിയുണ്ട് ഏറെ കാര്യങ്ങൾ. ഞങ്ങൾ ഈ ഡിബേറ്റിങ് നടക്കുന്ന കാലത്ത് എൻ്റെ മകൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ട്രോള് ഉണ്ടാക്കി. അത് വണ്ണസുകാരുടെ ക്രിസ്തു ഗസമനെ പ്രാർത്ഥിക്കുന്ന രംഗമാണ്. അപ്പോൾ ആ ചിത്രം ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ടിരിക്കുന്നൊരു ചിത്രം, ഈ ഗസമനെ കർത്താവിരിക്കുന്ന പോലുള്ളൊരു ചിത്രം. അത് വെച്ചിട്ട് ഇദ്ദേഹം പറയാണ്, പിതാവേ ഇത് ഞാനാ, എന്ന് വച്ചാൽ നീയാ, എന്ന് വച്ചാൽ ഞാനാ, എന്ന് പറഞ്ഞാൽ നീയാ. പിതാവേ ഇത് നീയാ, ഏത് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവരോട് ചോദിച്ചിട്ട്, ഒരാൾ ഒരേ സമയം തനിക്ക് തന്നെ പിതാവും പുത്രനും ആയിരിക്കുമോ? ഈ ഒന്നേ അധികം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള പോലെ ഇതൊന്നും പരിഹരിച്ചതാ. ഒരാൾ ഒരേ സമയം തനിക്ക് തന്നെ പുത്രനും, ആ ആൾ തന്നെ ക്രൂശിൽ വരുന്നു, ആ ആൾ തന്നെ മരിക്കുന്നു, ആ ആൾ തന്നെ തൻ്റെ ആത്മാവിനെ. അവർക്ക് ഇനി ഊരാൻ വയ്യാത്തൊരു ചോദ്യം അതിനകത്ത് കിടപ്പുണ്ട്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് പിതാവ് ന്യായവിധി ഒന്നും ചെയ്യാതെ ന്യായവിധി, അപ്പോൾ ഒരുവൻ ന്യായവിധി ചെയ്യുന്നില്ല, വെട്ടിയിട്ടേക്ക്, ഒരാൾ ചെയ്യുന്നു. ഇത് രണ്ടും ഒരാളാണോ? പിടികിട്ടിയോ നിങ്ങൾക്ക്? അല്ല, ഫാലസി മനസ്സിലായോ?
ഒരാൾ ചെയ്യുന്നു, ഒരാൾ ചെയ്യുന്നില്ല. ഇത് രണ്ടും ഒരാളാണോ? ഒരാൾ ചായ കുടിക്കുന്നു, ഒരാൾ ചായ കുടിക്കുന്നില്ല. രണ്ടും ഒരാളാണോന്നാ? അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇൻ്റർ റിലേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ കക്ഷികൾക്ക് കഴിയില്ല. നമുക്ക് പറ്റിപ്പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കയറി തൊടാതെ ഈ കണക്കും പറഞ്ഞ് അവിടെ തന്നെ അങ്ങ് നിൽക്കുക. അങ്ങോട്ട് കയറാതിരിക്കാൻ അവരാകുന്ന നോക്കും, പക്ഷെ അവിടെ തന്നെ പിടിക്കണം. അപ്പോൾ നമ്മളിലേക്ക് വരാം. ഇനി ഞാൻ പറഞ്ഞില്ല, വചനങ്ങൾ ഒന്ന് വായിക്കണം. നോട്ടുള്ള എഴുതാനും തയ്യാറാകണം. ഡ്യൂട്ടോണമി ചാപ്റ്റർ 6 വേഴ്സ് 4, ആവർത്തനം 6:4. റെഡി? വായിച്ചു. ആ ആ ആ അത് ഇനി ഞാൻ പറയുന്നൊന്ന് എഴുതുന്നത് നല്ലതാണ്. 3 ലൈനായിട്ട് എഴുതണം. ലൈൻ 1, കുഞ്ഞുങ്ങൾ അതേ ചെയ്യാമെങ്കിൽ ഏറ്റവും എളുപ്പം. ക്ഷേമ ഇസ്രയേൽ, SHEMA സ്പേസ് ഇട്ടിട്ട് ഇസ്രയേൽ. ലൈൻ 2, ക്ഷേമ ഇസ്രയേൽ എഴുതിയോ? ലൈൻ 2. ഇനി ഇറ്റ് ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ. അടുത്തത് YHWH, യാഹൂവേ സ്പേസ് ഇട്ടിട്ട് എലോഹിനു, ELOHINU, യാഹൂവേ എലോഹിനു. ലൈൻ 2 തീർത്തോ? ആദ്യത്തെ ക്ഷേമ ഇസ്രയേൽ, രണ്ടാമത്തെ യാഹൂവേ എലോഹിനു. എലോഹിനുമൊക്കെ സ്മോൾ ലെറ്റർ എഴുതാം, കുഴപ്പമില്ല. YHWH ക്യാപിറ്റൽ ആയിരിക്കണം. എന്തോ കഴിഞ്ഞല്ലോ. ലൈൻ 3, അതും വളരെ എളുപ്പം. വീണ്ടും YHWH ക്യാപിറ്റൽ സ്പേസ്. അടുത്തത് സ്പേസ് ഇട്ട് എഴുതേണ്ടത് സ്മോൾ ലെറ്റർ മതി. ECHAD. വായിക്കേണ്ടത് ഹായുമല്ലാതെ ഈ ഹാ ശബ്ദം ഇരട്ടിക്കണം. നമ്മുടെ മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ ഒരു പരിപാടിയില്ല. അതിന് പകരം പറയേണ്ടത് എഹാദ് എന്ന് വേണം. എങ്ങനെയാ? അതിപ്പോൾ ഈ പല്ല് മാറ്റി വെച്ചവരൊന്നും പറഞ്ഞ് വിഷമിക്കണ്ട. പല്ല് അടുത്ത കാലത്ത് മാറ്റി വെച്ചവരുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. നമ്മൾ ഹീബ്രു പഠിച്ചില്ലെന്ന് ഓർത്ത് കണ്ട് കുഴപ്പം വരുന്നു. ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കേ അറിയത്തുള്ളൂ അല്ലേ? അപ്പോൾ സന്തോഷം എന്താണെന്ന് അറിയണ്ടേ? പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ പഠിക്കാൻ പോവാ, ഈസി ആയിട്ട്. അപ്പോൾ അതൊന്ന് ബൈകാട്ടാക്കണം നോക്കി. ഇത് വളരെ എളുപ്പം. ക്ഷേമ ഇസ്രയേൽ അല്ല, ക്ഷേമ ഇസ്രയേൽ മാത്രം ഒന്ന് ചിന്തിച്ചേ. ക്ഷേമ ഇസ്രയേൽ പഠിച്ചോ? അടുത്തത് യാഹുവേ എലോഹിനു. എലോഹിനു എന്നൊക്കെ നമ്മൾ കേട്ടുള്ള, എലോഹി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എലോഹി എന്നെയും ഓർക്കുക എന്നൊക്കെ പാടുമല്ലോ. എലോഹിനു. അടുത്തത് എളുപ്പം. യാഹുവേ, ഇതിലൊരല്പം പരിചയമില്ലാത്തൊരു പദമാണ് പറയാൻ പോകുന്നത്, എഹാദ്. ക്ഷേമ ഇസ്രയേൽ, യാഹുവേ എലോഹിനു, യാഹുവേ എഹാദ്. പഠിച്ചോ? എളുപ്പമാണ്. അതൊന്ന് പറയാമെന്ന് നോക്കി. ക്ഷേമ ഇസ്രയേൽ, യാഹുവേ എലോഹിനു, യാഹുവേ എഹാദ്. തീർന്നു. ഇത്രയും പഠിച്ചവർ മാത്രം 1, 2, 3 എന്നുള്ള കളഞ്ഞേക്ക് ഒറ്റയടിക്ക് പറയണം. എളുപ്പമാക്കാൻ വേണ്ടിയാണ് 3 ലൈനിലിട്ടെ. ക്ഷേമ ഇസ്രയേൽ, യാഹുവേ എലോഹിനു, യാഹുവേ എഹാദ്. പഠിച്ചില്ലേ? ഇപ്പോൾ ഒരു വലിയ ഗുണകരമായൊരു കാര്യം, ഒരു വാക്യം പൂർണ്ണമായിട്ട് നമ്മൾ എബ്രായ ഭാഷയെ പഠിച്ചു. അത് പറഞ്ഞു തുടങ്ങി നിങ്ങൾ പഠിക്കുകയല്ല, അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞ് പറഞ്ഞതാണ്. ക്ഷേമ ഇസ്രയേൽ, യാഹുവേ എലോഹിനു, യാഹുവേ എഹാദ്. Hebrew language itself is a musical language. That's why you can sing it well. നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ പറ്റും. ക്ഷേമ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഗൂഗിൾ പരിശോധിച്ചിട്ട് ഈ ക്ഷേമ ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ച് ഗൂഗിൾ ചെയ്താൽ മതി. ജൂതം നല്ല ഭംഗിയായിട്ട് പാടുന്നത് കേൾക്കാം. അത് കേൾക്കുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ ഒരനുകരണമാണ് നമ്മുടെ ബാങ്ക് വിളി. പിടികിട്ടിയ? ക്ഷേമ ഇസ്രയേൽ, യാഹുവേ എലോഹിനു, യാഹുവേ എഹാദ്. അതിൻ്റെ അർത്ഥം
ഇസ്രയേലേ കേൾക്ക, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു. യാഹ്വേ ഏകൻ തന്നെ. ഹീറോ ഇസ്രയേൽ, യാഹ്വേ ഈസ് അവർ ഗോഡ്, ഈസ് വൺ യാഹ്വേ. ഇതന്നെയാണ് ഒരല്പം വേർഷം മാറ്റി ഇസ്ലാമിൽ പറയുന്നത്. അള്ള ഏകനാകുന്നു, അള്ളയെ ആരാധിക്കാൻ ഈ മന്ദിരത്തിലേക്ക് വരിക. അതാണ് ആ ബാങ്ക് വിളിയുടെ സംക്ഷിപ്തം. അതിന് ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ജൂതന്മാരുടെ കാര്യമാണ് ഈ ക്ഷേമ പ്രഖ്യാപനം, ക്ഷേമ പ്രൊക്ലമേഷൻ എന്നൊക്കെ അടിച്ചാൽ കിട്ടൂ. ക്ഷേമ നന്നായിട്ടിത് പഠിച്ചോ. ഒരു ജൂതവിശ്വാസത്തിൻ്റെ കാതൽ, ദ ഫണ്ടമെൻ്റൽ ഓഫ് ജൂവിഷ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്ഷേമയാണ്. ക്ഷേമ എഗ്രി ചെയ്യുന്നവനാണ് ജൂതൻ. ഓക്കെ. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളിത് ഗൂഗിളിൽ കേട്ട ഒരു വ്യത്യാസമുള്ളത്, യാഹ്വേ എന്ന് പറയില്ല, പകരം എന്ത് പറയും? അദോനായി. അപ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ കുഴപ്പമല്ല, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം. ഇത് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇത് പറയില്ല, പകരം യാഹ്വേ എന്നുള്ളിടത്ത് എന്ത് പറയും? അദോനായി. എഴുതിയെടുക്കുന്നിടത്ത് യാഹ്വേൻ തന്നെ. ക്ഷേമ ഇസ്രയേൽ അദോനായി എലോഹിനു അദോനായി യഹാദ് എന്നാണ് അവർ പറയുക. കുഞ്ഞുങ്ങളൊക്കെ അത് പാടുന്നുണ്ട്, ഭയങ്കര മനോഹരമാണത് കേൾക്കാൻ. സ്തോത്രം. ഇവിടെ ഏകൻ എന്നതിന് ഹീറോ ക്ഷേമ എന്ന് പറഞ്ഞാൽ കേൾക്കുക, യാഹ്വേ എന്ന് പറഞ്ഞാൽ യഹോവ, ക്ഷേമ ഇസ്രയേൽ ഇസ്രയേലെ കേൾക്കുക. യാഹ്വേ എലോഹിനു, എലോഹി ദൈവം, എലോഹിനു നമ്മുടെ ദൈവം. ഈ ഉകാര ശബ്ദം ചേർത്താണ് അവിടെ പ്ലൂറൽ ഉണ്ടാക്കുന്നത്, പ്ലൂറൽ ഫോം. നമുക്കത് മനസ്സിലാക്കാനൊരു പ്രയോഗം പറയാം. ഗോഡ് വിത്ത് അസ്, ഇമ്മാനുയേൽ. ഇമ്മാനുയേൽ, എലോഹിനു മീൻസ് നമ്മുടെ ദൈവം, ഇമ്മാനു മീൻസ് നമ്മുടെ കൂടെ. ഓക്കെ. അപ്പോൾ ഇനി എന്നോട് കൂടെ ഉള്ള ഇമ്മി എന്ന് പറഞ്ഞാൽ ലോ അമ്മി എന്നൊക്കെ ഓശായി കണ്ടിട്ടില്ലേ? കരുണ ലഭിക്കാത്തവർ എന്നൊക്കെ കണ്ടിട്ടേ. ലോ എന്ന് പറഞ്ഞാൽ നോ. അപ്പോൾ ഇതിൽ യാഹ്വേ ഏകനാണ് എന്ന് പറയുന്ന പദമാണ് എഹാദ്. എങ്ങനെയാ? എഹാദ്. ഈ എഹാദ് എന്ന വാക്ക് ബൈബിളിൽ ഇഷ്ടം പോലെ കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലം ഉൽപ്പത്തി തന്നെയാണ്. സന്ധ്യയായി ഉഷസ്സുമായി ദിവസം ഒന്ന്. ഒരു സന്ധ്യ കൂടി ഒരു ഉഷസ് കൂടി ദിവസം ഒന്ന്. പിന്നെയും ഒരു സന്ധ്യ കൂടി ഒരു ഉഷസ് കൂടി അടുത്ത ഒന്ന്. അതായത് നമ്മുടെ ക്രമം അനുസരിച്ച് രണ്ടാം ദിവസം. പിന്നെയും ഒരു സന്ധ്യ, പിന്നെ ഒരു ഉഷസ്, പിന്നെ അടുത്ത ദിവസം. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ജൂതന്മാരുടെ ദിവസം തുടങ്ങുന്നത് രാവിലെയല്ല, വൈകിട്ടാണ്. സന്ധ്യയായി. അന്ന് ഒരുക്കനാളായിരുന്നു, ഒരുക്കനാളിൻ്റെ തലേനാൾ എന്നൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് പഠിച്ചാൽ 3 ദിവസമൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനെ പഠിച്ചാൽ. അപ്പോൾ അത് പോട്ടെ, അതിനകത്തോട്ട് കൊണ്ടുവന്നാൽ വലിയ പാടാണ്, സമയമില്ല. അതിപ്പോൾ ചോദിക്കുകയും ചെയ്യരുത്, പേഴ്സണലി ചോദിച്ചാൽ മതി, പറയാം. ഈ ടൈം പോരുന്നതാ. അയ്യോ, നമുക്ക് സംശയത്തിന് സമയമുണ്ടല്ലേ. അപ്പോൾ യഹാദ് എന്ന പദം ഉപയോഗിച്ച് അടുത്തൊരു സ്ഥലം, ഇത് നിമിത്തം പുരുഷനപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാകും, 2 ചേർന്നൊന്ന് എന്ന് വച്ചാൽ ഒന്നിലധികം ചേരുന്ന ഒന്നിന് പറയുന്ന പേരാണ് എഹാദ്. കളക്റ്റീവ് വൺ, നോട്ട് അബ്സല്യൂട്ട് വൺ. ഓക്കെ. കളക്റ്റീവ് വൺ എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടിയില്ലേ? ഒന്നിലധികം ചേർന്നൊരൊന്ന്. ആശയം വന്നു, ഐക്യ കൺവെൻഷൻ വന്നു, പാസ്റ്റർ ഇവിടെ നിന്നുകൊണ്ട് ചോദിച്ചു, ഒരു സഭ കാണാനില്ലോ എന്ന് വെച്ചാൽ ഒരാളെ കാണാനില്ലോ എന്നല്ല, ഒരു സഭയെന്ന് പറഞ്ഞെങ്കിലും ഒന്നിലധികം ചേർന്ന ഒന്നിൻ്റെ പേരാണ് ഒരു സഭ. ഒന്നിലധികം ചേർന്ന ഒന്നിന് എന്തു പറയും? എഹാദ്. ഇനിയുണ്ട്. പുറപ്പാടിലേക്ക് വരുമ്പോൾ സമാഗമന കൂടാരത്തിലെ 50 കൊളുത്തുകൾ ഒന്നായി ചേർന്നിട്ട് 50 എണ്ണം ചേർന്നൊന്ന്. ഒരു പറ്റം, ഒരു ഗ്രൂപ്പ്, ഒരു വിഭാഗം ഒന്നിലധികം ചേർന്നൊന്ന്. കളക്റ്റീവ് വൺ. എന്നാൽ ഇതേ സമയത്ത് ഇബ്താഹിൻ്റെ ഏക മകൾ എന്നൊരു പ്രയോഗമുണ്ടല്ലോ, ഓർമ്മയില്ലേ? അതിന് എഹാദല്ല.
ജെറേമ്യാവിൽ പറയുക, അന്നാളിൽ ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവരെക്കുറിച്ച് വിലപിക്കും. ഏകജാതൻ അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എഹാദല്ല, അബ്സല്യൂട്ട് വണ്ണിൻ്റെ പദം യാഹീദ്, YAHWD. യാഹീദ് അബ്സല്യൂട്ട് വൺ, എഹാദ് കളക്റ്റീവ് വൺ. എല്ലാം മനസ്സിലായോ? ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അറിവുള്ള ചില കാര്യം ഞാൻ വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. തൃത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അറിയാം, നാം നമ്മുടെ സ്വരൂപത്തിലും, അതൊക്കെ നിങ്ങൾക്കറിയാം. അത് ഞാൻ തൊട്ടിട്ടേ ഇല്ല, കാരണം ബിക്കോസ് യു ഓൾറെഡി നോ. അപ്പോൾ ഇപ്പോൾ ഒരു ചോദ്യം ഇത് സംബന്ധിച്ച് വരാം. ഇങ്ങനെയാണെങ്കിൽ എബ്രായ ഭാഷ മാതൃഭാഷയാകുന്ന യഹൂദൻ എന്തുകൊണ്ട് ഈ കളക്റ്റീവ് വൺ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ പറയുന്നത് പോലെ തൃത്വം വിശ്വസിച്ചില്ല? അവന് പക്ക ഒന്നല്ലേ? ഗൗരവമുള്ളൊരു ചോദ്യമാണ് അത്. നമുക്ക് അതിൻ്റെ ഒരു ആൻസർ പഠിച്ചാലോ? എന്താ പറയുന്നു? ഒരു നീണ്ട പോർഷനാണ്. യെശയ്യാ 50 തുടങ്ങിക്കോ മോനെ, ഒന്ന് പോലെ വായിച്ചു തുടങ്ങിക്കൂ. ഐസയ ചാപ്റ്റർ 50. ഇവിടുത്തെ ഈ നരേറ്ററെ ആരാന്നാ പറഞ്ഞേ? ഈ നരേറ്റ് ചെയ്യുന്നതേ ആരാ? അരുളി ചെയ്യുന്നത് ആരാ? യഹോവ. അപ്പം നരേറ്ററെ സംശയിക്കേണ്ട ആളാരാ? യാഹ്വയാണ്. ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിൽ ഉപേക്ഷണ പത്രം ഇവിടെ വായിച്ച്. ആ ആ ആ ആ ആ ആ ഒറ്റവാക്കർമ്മ ഇസ്രായേൽസിൻ്റെ ബാക്ക് സൈഡിങ്. അവർ വിശ്വാസത്തിൽ നിന്ന് പോയി, പിതാവ് വന്നപ്പോൾ ആരുമില്ല, ദൈവത്തെ അവർ നിരാകരിച്ചു എന്നേ അർത്ഥമുള്ളൂ. താഴ്ത്ത് വായിച്ചു. ആ ആ ആ ആ ആരാണ് ഈ പറയുന്നത് അറിയാമല്ലോ? ആരാ? യഹോവയിൽ യെശയ്യാവല്ലെന്ന് നമുക്ക് ഉറപ്പായി. ശാസനയാൽ സമുദ്രത്തെ വറ്റിക്കാനുള്ള ശേഷിയൊന്നും യെശയ്യാവിനില്ല. വായിച്ചേ പിന്നെ. ആ ആ പിന്നെ ആ പിന്നെ ആ ആ ആർക്ക്? ഇത്ര നേരം പറഞ്ഞ നരേറ്റർ ആരാ? ഇവിടെ കണ്ണിക തിരിയുന്നൊന്നും ഇല്ലല്ലേ? ഇത്രയും നേരം പറഞ്ഞ ഫ്ലോയിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറയുകയാണ്, തളർന്നിരിക്കുന്നവരുടെ മുഴങ്കാല് ശക്തിപ്പെടുത്താൻ ശിഷ്യന്മാരുടെ നാവ് എനിക്ക് യഹോവ തന്നിരിക്കുന്നു. ഷോ, എന്തൊരെഴുത്താ! താട്ട് വായിച്ച്, പ്രശ്നം തീർക്കണമല്ലോ. ഒരു വ്യാഖ്യാതാവും വേണ്ട കേട്ടോ, അനായാസനെ മനസ്സിലാവും. വായിച്ചു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. പിന്നെ പിന്നെ ആ ആ പിന്നെ ആ ആളെ മനസ്സിലായോ? ആളെ മനസ്സിലായോ? നമുക്ക് മനസ്സിലായി. ഞാനൊന്നും പറയാൻ മനസ്സിലാകാൻ കാരണം എന്താ? ഇത്ര എഴുതി വെച്ചിട്ട് മറ്റവർക്ക് മനസ്സിലാകാൻ എന്താ? അവരറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. കാരണം പിടികിട്ടിയോ? വ്യക്തത വന്നു. ശരിയല്ലേ? അപ്പോൾ ട്രിനിറ്റി ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ തന്നെ ഉണ്ട്. അതിൻ്റെ പ്രകാശനം നമുക്ക് ആ കൃത്യം കിട്ടിയേ. അത് നമുക്ക് ഗ്രഹിപ്പിച്ചു തന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. മുൻവിധി ഇല്ലാതെ വേണം ഇതിനോട് സമീപിക്കാൻ. ഇനി മറ്റ് 2 വാക്യങ്ങൾ കൂടി വേണം. ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 16. ഇത് റെഫറൻസ് ഓർത്തിരിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. യോഹന്നാൻ 8:16, 16:32. കണ്ടോ? ഇങ്ങനെ ഓർത്തിരിക്കണ്ടേ? ഇരട്ടി. 8ൻ്റെ ഇരട്ടി 16, 16ൻ്റെ ഇരട്ടി 32. അപ്പോൾ ഇനി ആവശ്യം മറക്കണ്ട. ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 16 ആൻഡ് 16 വേഴ്സ് 32. ആ ആ
അത്ര എനിക്ക് മതി. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, കൂടെ എന്തുണ്ട്? എന്നെ അയച്ച ഞാൻ ഏകനല്ല, എന്നെ അയച്ച പിതാവും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അപ്പുറത്തെ ആവർത്തനത്തിൽ പറയാ ഞാൻ ഏകൻ, ഇവിടെ പറയാ ഞാൻ ഏകനല്ല. ആ ഒരു വാക്യം കൊണ്ട് എടുക്കണ്ടേ? ഇനി 16:32 വായിച്ചു. ആ ആ ആ ആ ഞാൻ ഏകനല്ല. ഒരത്തേകനാണ്, ഇവിടെ ഏകനല്ല എന്ന് പറഞ്ഞാൽ ഒരു ഡൈക്കോട്ടമി രൂപപ്പെടും. ഡൈക്കോട്ടമി എന്ന് ഉദ്ദേശിച്ചത് ഒരു കോൺട്രവേഴ്സി, ഒരു ചേരാതിരിക്കും. അത് ചേരാതിരിക്കുമെന്ന് ലോകം പറയുമ്പോഴും അത് കൃത്യമാണെന്ന് പറയാനുള്ള ചങ്കുറപ്പ് ട്രിനിറ്റേറിയന്മാർക്കേ ഉള്ളൂ. കാരണം ഏകനല്ലെന്ന് പറഞ്ഞതും ഏകനാണെന്ന് പറഞ്ഞതും ഒരർത്ഥത്തിലാണ്, അബ്സല്യൂട്ട് വണ്ണല്ല. കാരണവും പറഞ്ഞു, പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. കുറിക്കുന്ന ഒരു നമ്പർ കുറിച്ചു. എൻ്റെ പിതാവ്, നിങ്ങളുടെ പിതാവ്, നമ്മുടെ പിതാവ്, ഇങ്ങനെ ഈ ബന്ധം ചേർത്ത് 179 ടൈംസ് ജീസസ് ഹിംസെൽഫ് ടോൾഡ്. യേശു തന്നെ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഈ വാക്കുകളുടെ ആവർത്തനം 179 തവണയാണ്. എൻ്റെ പിതാവ്, നിങ്ങളുടെ പിതാവ്, നമ്മുടെ പിതാവ്, ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര ഉണ്ട്? 179. ഇനി കർത്താവ് പറഞ്ഞു, ഞാൻ പോയ ശേഷം സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവ് അയച്ചു തരും. ആരെയൊക്കെ കാണാം? ഞാൻ, പിതാവ്, സത്യത്തിൻ്റെ ആത്മാവെന്ന, അല്ല ഞാൻ പോയ ശേഷം ഞാൻ തന്നെ ഞാനായിട്ട് വരുമെന്നല്ല, മറ്റൊരു കാര്യസ്ഥനെ. കേട്ടല്ലോ? ഇനിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ. ഇത് നമുക്ക് ഒരു കാര്യം പരിഹരിച്ചില്ല. ഈ കണക്കാ, അത് തൊട്ടില്ല, തൊടാതെ പോയതല്ല. ആ കണക്കിനെ പൂരിപ്പിക്കാൻ അത്യാവശ്യം മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവരുടെ പ്രത്യേകത, പിതാവില്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പുത്രൻ ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. ഈസി ആയിട്ടത് മനസ്സിലാവും. പിതാവിനെ കുറിച്ച് ആർക്കും തർക്കമില്ല, സാധാരണ ഒരു സഭക്കാർക്കും ഇല്ല. ഇവരെല്ലാം പറയും പിതാവ് നിത്യനല്ലേ. ആണോ? ആണ് നമ്മൾ വിളിക്കുന്ന നിത്യപിതാവ്. പുത്രനെ പറ്റി പറയാം, നിത്യപുത്രൻ. പിതാവെന്ന് ദൈവത്തെ വിളിക്കണമെങ്കിൽ പുത്രൻ നിത്യനായിരിക്കണം. മനസ്സിലായില്ല? നിത്യപിതാവെന്നൊരാളെ വിളിക്കണേ പുത്രൻ നിത്യനായിരിക്കണമെന്ന്. നമ്മളാരും നിത്യപിതാവല്ല. 28-30 വയസ്സിലാണ് നമുക്ക് മക്കളുണ്ടായത്. അതുകൊണ്ട് നമ്മൾ നിത്യപിതാവ് അല്ലാതിരുന്നേ. നമ്മൾ നിത്യപിതാവാകണം എന്ത് ചെയ്യണം? നമ്മളെന്ത് ജനിച്ചോ ആ കൂടെ നമുക്കൊരു കുഞ്ഞും ജനിക്കണം. നടക്കുകയില്ല. ശരിയാണോ? ശരിയല്ലേ? ലോജിക്കലി മനസ്സിലാക്കാൻ പറഞ്ഞ, പിതാവ് നിത്യനാണെങ്കിൽ പുത്രൻ ഉണ്ടായിരിക്കണമെന്ന്. പുത്രൻ നിത്യനായിരിക്കണം. അപ്പം അതിൽ കാര്യം മനസ്സിലായി. പിതാവ് ആരംഭമില്ലാത്തവൻ, പുത്രനും ആരംഭമില്ല. ഞാൻ ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞ വചനത്തിൻ്റെ അർത്ഥം അതാ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു അർത്ഥവും വേണ്ട, നിത്യാത്മാവ്. ഹല്ലേലൂയ. അപ്പോഴേ സർവവ്യാപിയായ പിതാവ്, സർവവ്യാപിയായ പുത്രൻ, സർവവ്യാപിയായ പരിശുദ്ധാത്മാവ്, ഇങ്ങനെ 3 ഇൻഫിനിറ്റ്സ് ഒന്നിച്ചു കൂടിയാൽ 3 ആവില്ല, 1 ആകാനേ പറ്റൂ. പിടികിട്ടിയോ? ഒരേ കഴിവുള്ള, ഒരേ പ്രാപ്തിയുള്ള 3 പേഴ്സൺസ് കൂടിയാൽ 3 അല്ല, 1 ആകാനേ പറ്റൂ. അതിന് ഒരു തെളിവ് ബൈബിളിൽ തന്നെ തരാം. ടാബർനാക്കിൾ. ആ ടാബർനാക്കിളിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു കാഴ്ച കാണാം. ഒരു മെനോറയുണ്ട് അവിടെ. മെനോറ എന്ന് പറഞ്ഞാൽ
ആ ആ നിലവിളക്കിൻ്റെ പ്രത്യേകത ഇടിച്ചെടുത്ത തെളിവായ ഒലിവെണ്ണ പകർന്ന് അതിലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. ഈ കൂടാരത്തിൻ്റെ ഈ ഇതിൻ്റെ ഭിത്തി ഉണ്ടല്ലോ, 1.5 മുഴമുള്ള പലക, അത് പൊന്നുകൊണ്ട് പൊതിയണം. പഴയ അപ്പച്ചന്മാരൊക്കെ അതിൻ്റെ ഒരു ക്ലാസ് അതൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു അല്ലേ. അങ്ങനെ ഒരു അപ്പച്ചൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ MDH കഴിഞ്ഞൊരു ചങ്ങാതി അവിടെ ഇരിപ്പുണ്ട് ക്ലാസ്സിൽ, ചർച്ചിൽ ക്ലാസ് എടുക്കുക. അപ്പച്ചൻ ഇങ്ങനെ ക്ലാസ് എടുത്ത് വരുന്ന വഴിക്ക് ഈ കൂടാരത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ചോദിച്ചു, ചട്ടി, ചട്ടുകം, കിണ്ണം ഇതെന്തിനാ കാണിക്കുന്നു? ജേബക്കുട്ടി പറഞ്ഞാട്ടെന്ന് പറഞ്ഞു. ജേക്കക്കുട്ടി പറയാ, തട്ടുകടയെ കാണിക്കുന്നു. കാരണം അവനിതാകെ കണ്ടത് എവിടാ? കാരണം പഴയ ആൾക്കാർക്ക് ഈ സംഭവങ്ങൾ അറിയാമായിരുന്നു. അപ്പം 48 പലക, 1.5 മുഴം വീതി, അത് പൊന്നുകൊണ്ട് പൊതിയണം. ഇവിടേക്ക് ഈ നിലവിളക്കിലെ വെളിച്ചം കൂടെ വന്നാൽ ഇത് മുഴുവൻ ഇങ്ങനെ പ്രകാശത്തിൽ കുളിച്ച് കിടക്കുകയാണ്. നമ്മൾ കത്തിച്ചാണെങ്കിൽ ആ ജ്വലനം ഭയങ്കരമാണ്. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ കക്ഷികൾ സൈന്യങ്ങളുടെ ഓവി എന്നൊക്കെ വിളിച്ച് അലറിയേ. ഇതങ്ങോട്ട് കഴിയുകയും ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അത് തൊട്ടുപോയ ഭയങ്കര വിഷയമാണ്. പുറപ്പാട് തീരുന്നത് എങ്ങനെയാ? 1-ാം മാസം 1-ാം തീയതി തിരുദിവാസത്തിൻ്റെ ആ കൂടാരമെല്ലാം സജ്ജീകരിച്ചു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തീരുക. ഇപ്പം ഒഹേലിയാവും മോശയും അഹരോനും പിന്നെ പണിയാൻ വന്ന കക്ഷികളുണ്ടല്ലോ, ബസലേൽ, ഇവരെല്ലാം കൂടെ പുറത്ത് ഇങ്ങനെ നിൽക്കുക. ലേവി അങ്ങോട്ട് തുടങ്ങുമ്പോൾ പറയാ, യഹോവാ സമാഗമന കൂടാരത്തിൽ. നമ്മൾ പുറത്തിറങ്ങുകയും അകത്ത് വരേണ്ടവനിഞ്ഞു വന്നെന്നു. ഇനി ഇങ്ങോട്ട് കയറാനിച്ച് പാടാ, പണിതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന്. ദൈവം ഏറ്റെടുത്തു. അങ്ങനെ ലേവിയാ തുടങ്ങുന്നത്. ഇതുവരെ നമ്മളിവിടെ ഓടി നടന്ന് മിനുക്കുപണി ചെയ്തു, പെയിൻ്റ് അടിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു. ലേവി തുടങ്ങുമ്പോൾ പറയാ, യഹോവാ സമാഗമന കൂടാരത്തിൽ. അതിങ്ങോട്ട് വരുമ്പോൾ ഈ കത്തിച്ച പ്രകാശമുണ്ടല്ലോ നമ്മൾ കൊടുത്തേ, അതിൻ്റെ ജ്വലനവും ദൈവത്തിൻ്റെ ഷെക്കേനയും ഇഴുകിച്ചേർന്ന് കിടക്കുന്ന കിടപ്പുണ്ടോ. ഇപ്പോൾ ഒത്തിരി പ്രകാശമില്ല, ഒന്ന് മാത്രം. ഇതുപോലെ ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എസൻസിൽ ഒന്നായിരിക്കുന്നത്, സാരാംശത്തിൽ ഒന്നായിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവെന്ന് അറിയണ്ടേ? നിർത്താറായി. അതിൻ്റെ കാരണം അത്രേ ഉള്ളൂ. ഈ യോഗം കഴിഞ്ഞ് പോകാൻ നേരം ദൈവപിതാവ് പറയുക, നടക്കുന്ന കാര്യമല്ല, ദൈവപിതാവ് നമ്മോട് സംസാരിക്കുക, ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരിക. നമ്മളെന്താ പറയും? ഞാൻ പറയാമെന്ന് പറയാം, എൻ്റെ പൊന്നച്ചാ വരല്. കാരണം നമുക്ക് തിരിയാനൊക്കത്തില്ല, ചിരിക്കാനൊക്കത്തില്ല, വാർത്ത കാണാനൊക്കത്തില്ല, സംസാരിക്കാനൊക്കത്തില്ല. ഭയം, ബഹുമാനം നിമിത്തം. ശരിയാണോ? പിക്നിക്കിന് പോകുമ്പോൾ പ്രിൻസിപ്പൾ കൂടെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പോകാതിരിക്കുക ഭേദം. പിണക്കി ഉണ്ടായിട്ടല്ല, ഇങ്ങനെ കാരണം കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റില്ല, തിരിക്കാനൊക്കത്തില്ല, നടക്കാനൊക്കത്തില്ല. ഭയം, ദൈവത്തോടുള്ള ഭയം മനുഷ്യൻ ഇനിയും മാറിയിട്ടില്ലെന്ന്. നമ്മളെന്ത് പറയും? പിണക്കം ഉണ്ടായിട്ടല്ല, വരല്ലേ. നിൻ്റെ അരിയിൽ നിൽക്കാൻ അടിയന് യോഗ്യതയില്ല, വരല്ലേ. ഇതേ കാര്യം കർത്താവായ യേശു പറയുക, ഞാൻ ഇന്ന് വൈകിട്ട് ഇന്നടുത്ത് പോകാമെന്ന്. നമ്മളിവിടെ കിടന്നൊരു എൻ്റെ അടുത്ത് വന്നാൽ മതി. കാരണം അറിയാം, നമ്മൾ എവിടെയും കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഉത്തമ സ്നേഹിതൻ്റെ പേരാ ക്രിസ്തു. എൻ്റെ പ്രൈവസിയിലും കൊണ്ടുപോകുന്നവനാ യേശു. എന്തും തുറന്നു പറയാൻ പറ്റിയവനാ യേശു. പിതാവിനോട് എനിക്ക് ബഹുമാനം, പുത്രനോട് എനിക്ക് പ്രണയാർദ്രമായ സ്നേഹം, പരിശുദ്ധാത്മാവൻ്റെ മെൻഡർ. ഇപ്പം പിടികിട്ടിയോ? അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാനൊരു നമ്മുടെ വീട്ടിലൊരു ഉദാഹരണം പറയാം. അത് ഈ കാര്യത്തിന് വേണ്ടി അല്ല കേട്ടോ. നമ്മളെല്ലാം വീട്ടിൽ, ഈ അച്ഛൻ്റെ ഒക്കെ വീട്ടിലൊരു കൊച്ചു ചങ്ങാതി കാണുമല്ലോ. നമ്മളെല്ലാം വീട്ടിൽ കൊച്ചുമോനെ ഭയങ്കര മോശനായിരിക്കും. ഇവന്മാർ കിടന്ന് ആ വീട് നശിപ്പിക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഭയങ്കര പ്രശ്നമാണ്. മിക്കവാറും ഈ കുഞ്ഞുങ്ങളിങ്ങനെ ആകുന്നതിൻ്റെ ഒരു കാരണം, കൊച്ചു പിള്ളേർ ഇതുപോലെ വഷളാകാൻ കാരണം അറിയോ? കൂട്ടുകെട്ടാ. അത് ഏത് കൂട്ടുകെട്ടാണെന്നറിയോ? ഗ്രാൻഡ് പേരൻസുമായിട്ടുള്ള കൂട്ടുകെട്ടാ. നമ്മളെയൊക്കെ പോലെ അടിച്ച് ഒരു പരുവാക്കിയ വല്യപ്പൻ ഇവൻ്റെ മുമ്പിൽ അങ്ങ് തോറ്റുപോകും.
നിങ്ങളിങ്ങോട്ട് ജോലിക്കൊക്കെ വരുമ്പം പപ്പാടെ അടുത്ത് നിർത്തിച്ച് പോരാന്ന് പറഞ്ഞ് കുഞ്ഞിനെ അവിടെ നിർത്തിക്കേ. തിരിച്ച് വരുമ്പോൾ ഇവൻ ഹിറ്റ്ലറേക്കാൾ മോശമായിട്ട് പെരുമാറും. പേടിയില്ലാരെ. മമ്മി അടിക്കാൻ തുടങ്ങിയാൽ പപ്പ പറയും നീ ഒന്നും ചെയ്യരുത് പോട്ടെ. പപ്പ അവിടെ കുറഞ്ഞാൽ മമ്മി എടുത്തുകൊണ്ട് പോകും. ചുരുക്കത്തിൽ ചെറുക്കനങ്ങ് വില്ലിക്കുക. ഇങ്ങനെ നമ്മൾ ദൈവസ്നേഹം നിമിത്തം നമ്മൾ ഒരു പരുവായി. പിതാവിന് നമ്മോട് സ്നേഹമാണ്, പുത്രന് നമ്മോട് കാരുണ്യം. ആ സ്നേഹത്തിലാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. പക്ഷെ നിയന്ത്രണം ഇല്ലെങ്കിലോ? അതിന് മിക്ക വീട്ടിലൊരു കാഴ്ച കാണാം. ഈ അപ്പൻ്റെ ഒരു അനുജനോ ഒരു അങ്കിളോ ഒക്കെ ഉണ്ടല്ലോ മിക്ക വീട്ടിലും. നിങ്ങളുണ്ട് ഈ കൊച്ചു അങ്കിളും തമ്മിൽ ഭയങ്കര കൂട്ടാ. ക്രിക്കറ്റ് കളിക്കും, പിടിക്കും, വലിക്കും, കൊച്ചപ്പനും ഒക്കെ ആയിട്ട് വലിയ കണക്ഷനാണ്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ പുള്ളി നല്ല സൂപ്പർ അടി. കണ്ടിട്ടുണ്ടോ? ഇവന് ഭയങ്കര പേടിയാ. ദാ അങ്കിള് വരുമെന്ന് പറയും, അവൻ കയറി അനങ്ങാതെ അവിടെ ഇരിക്കും. ഇങ്ങനെ ദൈവം നമുക്കൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്, നമ്മൾ നിലവിട്ട് പോകാതിരിക്കാൻ നമുക്കൊരു മെൻറ്ററെ വെച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. പോകേണ്ട വഴി കാണിച്ചു തരാൻ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരാൻ നമുക്കൊരു കാര്യസ്ഥൻ. ആ കാര്യസ്ഥൻ്റെ പേരാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആ കാര്യസ്ഥനും നാമും തമ്മിലുള്ള ഇടപാടാ ആത്മാവിലെ ആരാധന. നാളെ വരുമ്പോൾ നമുക്ക് അന്യഭാഷ ഭാഷണം എന്താ, അതെങ്ങനെ ഉപയോഗിക്കേണ്ടതാ, അതിൻ്റെ ഗുണമെന്താ, ഇതൊക്കെ നാളെ നമുക്ക് ചിന്തിക്കാം. ഇന്നൊരു സംശയമൊക്കെ ചോദിക്കാനുള്ള അവസരം കൊടുക്കേണ്ടതായിരുന്നു. ആ ഫ്ലോയിൽ ഇവിടെ വരെ വന്നുപോയതാണ്. അതുകൊണ്ട് സംശയം ചോദിക്കാം. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു കാപ്പി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഞാൻ ചായ ഉണ്ടെന്ന് പറയുകയും ചെയ്ത് കിട്ടാതിരുന്നാൽ ഞാനിന് ഉത്തരവാദിയായിരിക്കുകയില്ല. ആ സമയത്ത് നമുക്ക് ചോദ്യങ്ങൾ തുടങ്ങാം. ഏതായാലും ഇന്ന് പിരിഞ്ഞു പോകുമ്പോൾ ട്രിനിറ്റി എൻജോയ് ചെയ്യണം. ഇന്ന് തന്നെ ദൈവമക്കൾ വീട്ടിൽ ചെന്ന് ദൈവപിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. ദൈവപിതാവിനോട് ബഹുമാനം, പുത്രനോട് തീക്ഷ്ണമായ സ്നേഹം, പരിശുദ്ധാത്മാവ് എൻ്റെ മെൻഡർ, ആലോചന ചോദിച്ചുകൊണ്ടിരിക്കണം. അടുത്ത ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ പോയാൽ ക്രിസ്തീയ ജീവിതം എന്തൊരു ആനന്ദമാണെന്നറിയോ, എന്തോ ഒരു സന്തോഷമാണെന്നറിയോ. അത് കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന ഒരു പ്രായോഗികത്തിൻ്റെ കാര്യം കൂടി നാളത്തെ ചർച്ചയിൽ നമുക്ക് കൊണ്ടുവരണം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.